ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മൾ 110/2024 കഴിഞ്ഞ ദിവസങ്ങളിൽ 5 ചോദ്യം നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നു. 5 ചോദ്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസോടെ നമ്മൾ പഠിച്ചു. ഇനി ബാക്കിയുള്ള 5 ചോദ്യങ്ങളും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസോടെ നമുക്ക് എന്തെങ്കിലും നോക്കാനുള്ളത്. ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നത്, നമ്മൾ ഈ ഒരു രീതിയിൽ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുള്ളൂ. അല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വരുമോ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, പഠിക്കുന്ന സമയത്ത് ഈ ഓപ്ഷൻ അടക്കം എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊന്ന് പഠിച്ചു നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള എക്സാമൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഉപയോഗപ്പെടുത്തുള്ളൂ. കാരണം ഞാൻ ഇത് പറയാൻ കേസ്, ഞാൻ ഇതിന് മുമ്പ് ചെയ്ത എന്ന് വെച്ചാൽ 108/2024 ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പല ഓപ്ഷൻസ് ഇപ്പോൾ ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ സമയത്ത് കാണാൻ കഴിയുന്നത്. അപ്പൊ ആ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ ആൻസർ മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റും. പക്ഷേ അതിൽ നമുക്ക് എന്തില്ല, ഒരു പ്ലസ് പോയിന്റ്സ് നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷേ ഇതേപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുള്ളൂ, ഒരു അഡീഷണൽ കുറച്ച് പോയിന്റ് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, മൈൻഡിൽ കിട്ടുള്ളൂ. അത് നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് എന്ത് ചെയ്യപ്പെടുള്ളൂ, ഉപയോഗപ്പെടുകയുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മൈൻഡിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് വരാം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ അടുത്ത നോക്കേണ്ട ചോദ്യം എന്ന് വെച്ചാൽ 5 ചോദ്യം നമ്മൾ കഴിഞ്ഞ ചെയ്തായിരുന്നു. ഇനി 5ാമത്തെ ചോദ്യമാണ്. 4 ചോദ്യം, 5 അല്ല 4 ചോദ്യം നമ്മൾ കഴിഞ്ഞ ചെയ്തു. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം കടക്കാൻ പോവുകയാണ്. 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം ഏതെന്ന ചോദ്യം. മാമാങ്കവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. മാമാങ്കവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? നാവാമുകുന്ദ ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട്, തിരുനെല്ലി ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട്, തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട്, തിരുമിറ്റക്കോട് ക്ഷേത്രം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നാവാമുകുന്ദ ക്ഷേത്രം, തിരുനെല്ലി ക്ഷേത്രം, തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം, തിരുമിറ്റക്കോട് ക്ഷേത്രം. അല്ലെ, തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം വീണ്ടും വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പൊ ഇവിടെ വീണ്ടും കയറി ഓപ്ഷൻ വന്ന് കണ്ടല്ലോ. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ ഓപ്ഷനുള്ള കാര്യങ്ങൾ പലതും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഭാവിയിൽ വരുന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. എന്ന് വെച്ചാൽ എല്ലാ ഓപ്ഷനും പഠിക്കണമെന്നല്ല, അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഓപ്ഷൻസ് കൂടെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, അത് നമ്മുടെ നാവാമുകുന്ദ ക്ഷേത്രമാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്, അത് നാവാമുകുന്ദ ക്ഷേത്രമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, നാവാമുകുന്ദ ക്ഷേത്രമാണ്. കറക്റ്റ് ആ സ്ഥലം കൂടെ പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടിയതിനെ, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം എന്നാണ്. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. ഇവിടെ സ്ഥലം പറഞ്ഞിട്ടില്ല. നമുക്ക് അപ്പോൾ ഡൗട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. കാരണം തിരുനാവായ നമുക്ക് ഭാരതപ്പുഴയുടെ തീരത്താണ്. മാമാങ്കം നടന്നത് നമുക്ക് ജനറൽ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല. അവിടെ ക്ഷേത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്ഷേത്രത്തിന്റെ പേരെന്താണ്, നാവാമുകുന്ദ ക്ഷേത്രം. മറക്കരുത്, നാവാമുകുന്ദ ക്ഷേത്രം. ഓക്കെ, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രമാണ് മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ച് വേണം. എങ്കിൽ നമുക്ക് ആ നാവാമുകുന്ദ ക്ഷേത്രത്തിനെ കുറിച്ച് കുറച്ച് പഠിക്കാനുണ്ട്. ജില്ല ഓർത്തിരിക്കുക. ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് ജില്ലയിലാണ്, മലപ്പുറം ജില്ലയിലാണ്. നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, മലപ്പുറം ജില്ലയിലാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ ആരും ചോദിച്ചാൽ ആരാണ്, അത് മഹാവിഷ്ണു തന്നെ. ഇവിടുത്തെ പ്രതിഷ്ഠ ആരാണ്, മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു ആരായിട്ടിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നാവാമുകുന്ദനായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇവിടെ കാണപ്പെടുന്നത് എങ്ങനെയാണ്, നാവാമുകുന്ദനായിട്ടാണ് എവിടെ കാണപ്പെടുന്നത്, മഹാവിഷ്ണു ഈ തിരുനാവായ ക്ഷേത്രത്തിൽ എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. അതുകൊണ്ട് നാവാമുകുന്ദ ക്ഷേത്രം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങൾ. ഭാരതത്തിലെ എത്രയാണ്, 108 ദിവ്യദേശങ്ങൾ. ഇതിനെ വിളിക്കുന്ന പേരാണ് തിരുപ്പതികൾ എന്ന് വിളിക്കും. നമ്മൾ എന്ത് വിളിക്കും, തിരുപ്പതികൾ എന്ന് വിളിക്കും. നമ്മൾ ആന്ധ്രയിലെ തിരുപ്പതി ക്ഷേത്രമല്ല, തിരുപ്പതികൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തിരുപ്പതികളിൽ കേരളത്തിലുള്ള 11 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്, നാവാമുകുന്ദ ക്ഷേത്രം എന്ന് പറയുന്നത്. കേരളത്തിൽ മൊത്തം എത്ര ഉണ്ട്, 11 ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ 108 ദിവ്യദേശങ്ങളിൽ എത്ര എന്ന് വെച്ചാൽ 108 ക്ഷേത്രം മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ടല്ലേ, മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള 108 പ്രധാനപ്പെട്ട 108 ക്ഷേത്രങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്, 108 തിരുപ്പതികൾ അല്ലെങ്കിൽ 108 ദിവ്യദേശങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അത് സംഭവം ഇത്രേ പറയുന്നുള്ളൂ. ഈ ആൾവാർമാരെന്ന് പറയുന്ന ആളുകൾ ഇന്ത്യ ഒട്ടാകെ നടന്നു, ഇന്ത്യയിലെ നേപ്പാൾ അടക്കം, ഈ നേപ്പാളിൽ ഒരു ക്ഷേത്രമുണ്ട്, അതടക്കം മൊത്തം എത്രയായിട്ടുണ്ട്, 108 മഹാവിഷ്ണു ക്ഷേത്രം പണിതിട്ടുണ്ട്. ഈ 108 മഹാവിഷ്ണു ക്ഷേത്രമാണ് 108 തിരുപ്പതികൾ എന്ന് അറിയപ്പെടുന്നത്. എന്തെന്നറിയപ്പെടും, 108 തിരുപ്പതികൾ എന്ന് അറിയപ്പെടും. ഈ 108 തിരുപ്പതികളിൽ എത്ര, 11 കേരളമാണ്. 108 തിരുപ്പതികളിൽ എത്രയാണ് കേരളം, 11 കേരളം. ഈ 11 കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് എന്താണ്, മലനാട്ട് വൈഷ്ണവ ദേവക്ഷേത്രങ്ങൾ എന്നാണ് വിളിച്ചിട്ടുള്ളത്. എന്താണ്, മലനാട് വൈഷ്ണവ തിരുപ്പതികൾ എന്നാണ് ഇതിനെ വിളിച്ചിട്ടുള്ളത്. മലനാട് വൈഷ്ണവ തിരുപ്പതികൾ. ഈ 108 ക്ഷേത്രങ്ങളിൽ ഈ കേരളത്തിൽ ഉൾപ്പെടുന്ന ക്ഷേത്രങ്ങളെല്ലാം വിളിച്ചിരുന്ന പേരെന്താണ്, മലനാട് തിരുപ്പതികൾ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അത് പ്രത്യേകതയാണ്. മലനാട് തിരുപ്പതികൾ എന്ന് പറഞ്ഞാൽ മൊത്തം 13 വരുന്നുണ്ട്. മലനാട് തിരുപ്പതികളുടെ മൊത്തം എത്ര വരുന്നുണ്ട്, 13 വരുന്നുണ്ട്. അതിൽ 2 നിലവിൽ ഇപ്പോൾ എവിടെയാണ്, തമിഴ്നാട്ടിലാണ്.
അതിൽ 2 എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. നമ്മുടെ സംസ്ഥാന പുനഃസംഘടനയൊക്കെ വന്ന സമയത്ത് എന്തായിപ്പോയി? ആ 2 ക്ഷേത്രങ്ങൾ എങ്ങോട്ടേക്ക് പോയി? തമിഴ്നാട്ടിലേക്ക് പോയി. ബാക്കി 11 ക്ഷേത്രങ്ങൾ എവിടെയാണ് വരുന്നത്? കേരളത്തിലാണ് വരുന്നത്. ഇപ്പൊ നിലവിൽ കേരളത്തിൽ എത്ര ക്ഷേത്രങ്ങളുണ്ട്? 11 ക്ഷേത്രങ്ങളുണ്ട്. ഏതുമായി ബന്ധപ്പെട്ട? ഈ 108 ദിവ്യദേശങ്ങൾ അല്ലെങ്കിൽ 108 തിരുപ്പതികൾ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ 11 എവിടെ വരുന്നുണ്ട്? കേരളത്തിൽ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്ത് പോകും. അപ്പൊ പറഞ്ഞ പോയിന്റ് ഓർത്ത് വെച്ചോണം. അപ്പൊ ഇന്ത്യയിൽ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആൾവാർമാർ, ഇന്ത്യ എന്ന നേപ്പാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ആൾവാർമാർ എന്ത് ചെയ്തിട്ടുണ്ട്? മഹാവിഷ്ണുവിന് 108 ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. ഈ 108 ക്ഷേത്രങ്ങളെ നമ്മൾ എന്ത് പേര് അറിയപ്പെടുന്നത്? 108 തിരുപ്പതികൾ അല്ലെങ്കിൽ 108 ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടും. ഈ 108 ദിവ്യദേശങ്ങൾ നിലവിൽ കേരളത്തിൽ ഉള്ളത് എത്രണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 11 ഉണ്ട്. നിലവിൽ കേരളത്തിൽ എത്ര ഉണ്ട്? 11 ഉണ്ട്. ഇത് ഏത് കാറ്റഗറിയിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മലനാട് തിരുപ്പതികൾ എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ തരംതിരിച്ചേക്കുന്നതിൽ മലനാട് തിരുപ്പതികൾ എന്ന കാറ്റഗറിയിലാണ് ഏത് വരുന്നത്? ഈ 11 ക്ഷേത്രങ്ങൾ വരുന്നത്. ഇനി മലനാട് തിരുപ്പതികൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എത്ര ഉണ്ട്? 13 ഉണ്ട്. മലനാട് തിരുപ്പതികളിൽ എത്ര ഉണ്ട്? 13 ഉണ്ടെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഇത് ഞാൻ ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അതൊന്ന് ക്ലിയർ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ? നിങ്ങൾ പോവാം. ഓക്കെ ആണല്ലോ. കാരണം ഇതുമായിട്ട് കണക്ട് ചെയ്ത് 2-3 ക്ഷേത്രങ്ങൾ വരുന്നുണ്ട്. അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 108. എന്താണ്? മൊത്തം 108 വൈഷ്ണവ ക്ഷേത്രങ്ങളുണ്ട്. 108 വൈഷ്ണവ ക്ഷേത്രങ്ങളുണ്ട്. ഇനിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 108 തിരുപ്പതികൾ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. 108 എന്തെന്ന് വിളിക്കും? തിരുപ്പതികൾ എന്ന് വിളിക്കും. നമ്മുടെ ആന്ധ്രയിലുള്ള തിരുപ്പതിയും ഏതിനകത്ത് ഉൾപ്പെടുന്നതാണ്? ഈ 108 തിരുപ്പതിയിൽ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള പരബ്രഹ്മസ്വാമി ക്ഷേത്രവും ഏതിൽ ഉൾപ്പെടുന്നതാണ്? ഈ 108 തിരുപ്പതിയിൽ ഉൾപ്പെടുന്നതാണ്. അത് ഇങ്ങനെ പറയുന്നത് നമ്മുടെ കന്യാകുമാരി തൊട്ട് ഹിമാലയ സാനുക്കൾ വരെയുള്ള 108 വിഷ്ണു ക്ഷേത്രങ്ങൾ എന്നാണ് പറയുന്നത്. എവിടെ തൊട്ടാണ്? കന്യാകുമാരി തൊട്ട് എവിടെയാണ്? ഹിമാലയം വരെയുള്ള 108 മഹാവിഷ്ണു ക്ഷേത്രങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 108 തിരുപ്പതികൾ, 108 ദിവ്യദേശങ്ങൾ എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? 108 ദിവ്യദേശങ്ങൾ എന്ന് വിളിക്കും. ഇത് ആരാണ് പണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾവാർ. എന്താണ്? ആൾവാർ എന്ന് പറയുന്ന വിഷ്ണു ഭക്തർ ചേർന്ന് പണിത ക്ഷേത്രങ്ങളാണ് 108 ക്ഷേത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. ആൾവാർ. എന്താണ്? ആൾവാർ എന്ന് പറയുന്ന വിഷ്ണു ഭക്തരാണ് ഈ ക്ഷേത്രം എന്ത് ചെയ്തിട്ടുള്ളത്? പണിതിട്ടുള്ളത്. അതൊന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ആൾവാർ. ഓക്കെ ആണല്ലോ. ആൾവാർ എന്ന് പറയുന്ന വിഷ്ണു ഭക്തരാണ് 108 ക്ഷേത്രങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? പണിതിട്ടുള്ളത്. ഈ 108 ക്ഷേത്രങ്ങളിൽ മലനാട് തിരുപ്പതികൾ അല്ലെങ്കിൽ മലനാട് ദിവ്യദേശങ്ങൾ എന്ന് വിളിക്കുന്ന മലനാട് തിരുപ്പതി എന്ന് ഓർത്താൽ മതി, അതാണ് എളുപ്പം. മലനാട് തിരുപ്പതികൾ എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 13 ഉണ്ട്. മലനാട് തിരുപ്പതികൾ എത്ര എണ്ണം ഉണ്ട്? 13 ഉണ്ട്. അത് ഓർത്തിരിക്കാം. മലനാട് തിരുപ്പതികൾ എത്ര എണ്ണം ഉണ്ട്? 13 ഉണ്ട്. ഇനി ഇവിടെ ആലോചിക്കേണ്ട കേസ് മലനാടിലെ മലനാട്ട് തിരുപ്പതികൾ എന്നും പറയുന്നുണ്ട്. അപ്പൊ മലനാട് തിരുപ്പതികൾ 13 ഉണ്ട്. ഇതിൽ 11 കേരളത്തിലാണ്. നിലവിൽ 11 എവിടെയാണ്? കേരളത്തിലാണ്. ബാക്കി 2 എവിടെയാണ് വരുന്നത്? നമ്മുടെ തമിഴ്നാട്ടിലാണ് വരുന്നത്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ആ ഒരു ഇതാണ് ഈ മലനാട് തിരുപ്പതികൾ എന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയാൻ കാര്യം. ഓക്കെ ആണല്ലോ. മലനാട് എന്ന് വെച്ചാൽ മലയപ്പുറത്ത് എന്നുള്ള രീതിയിൽ. അപ്പം 2 ഇപ്പൊ എവിടെയാണ് നിലവിലുള്ളത്? തമിഴ്നാട്ടിലാണ് ഉള്ളത്. ഈ 2 ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിരുവട്ടാറും രണ്ടാമത്തെ തിരുപ്പതി സാരം. ഈ 2 കന്യാകുമാരിയിലോട്ട് പോണ വഴിയുള്ളതാണ്. 2 ക്ഷേത്രങ്ങൾ എവിടെ ഉള്ളതാണ്? ഈ കന്യാകുമാരിയിലോട്ട്, നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലോട്ട് പോണ വഴിയുള്ളതാണ് ഈ 2 ക്ഷേത്രങ്ങൾ. ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവട്ടാർ. ഏതൊക്കെയാണ്? തിരുവട്ടാറും അതേപോലെ ഏതാണ് അടുത്ത് വരുന്നതാണ്? തിരുപ്പതി സാരം. ഏതാണ്? തിരുപ്പതി സാരം. തിരുവട്ടാറും തിരുപ്പതി സാരം തുടങ്ങി 2 ക്ഷേത്രങ്ങളുണ്ട്. ഈ തിരുവട്ടാർ നമ്മൾ ഏകദേശം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അതേപോലത്തെ ഒരു പ്രതിഷ്ഠയാണ് എവിടെ ഉള്ളത്? ഈ തിരുവട്ടാറുള്ളത്. ഓക്കെ ആണല്ലോ. അനന്ത പത്മനാഭൻ തന്നെയാണ് ഏകദേശം അവിടെയും കാണപ്പെടുന്നത്. പക്ഷെ ഇത്തികൂടെ വലിയ അനന്ത പത്മനാഭൻ എന്നാ പറയുന്നത്. അവിടെ നമ്മൾ ഇവിടുത്തെ കാണുന്ന പോലെ ഇത്തികൂടെ വലിയ അനന്ത പത്മനാഭനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. തിരുവട്ടാർ കാണാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഓർത്തിരിക്കുക. അപ്പൊ ഈ 2 എവിടെ ഉള്ളതാണ്? തമിഴ്നാട്ടിലുള്ളതാണ്. അപ്പൊ ആ 2 ഏതൊക്കെയാണ്? തിരുവട്ടാറും തിരുപ്പതി സാരവും. തിരുവട്ടാറും തിരുപ്പതി സാരവും. ഓക്കെ ആണ്. മൊത്തം 13 2 പഠിച്ചു. ഇനി ബാക്കിയുള്ള 11 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. ഈ 11 പേര് പഠിച്ചേ പറ്റുള്ളൂ. ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് നമ്മുടെ തിരുനാവായ. ഒന്നാമതായിട്ട് വരുന്നത് ഏതാണ്? തിരുനാവായ. ഓക്കെ ആണല്ലോ. തിരുനാവായ എന്താ വിളിക്കുന്നത്? തിരുനാവായ നാവാമുകുന്ദൻ. തിരുനാവായ എന്താണ്? നാവാമുകുന്ദൻ. ഇതെല്ലാം മഹാവിഷ്ണു ക്ഷേത്രങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് വരുന്നത് ആദ്യമാരാണ്? തിരുനാവായ നാവാമുകുന്ദൻ. ഓക്കെ ആണല്ലോ. ഒന്നാമതായിട്ട് അത് പഠിച്ചു വയ്ക്കുക. രണ്ടാമതായിട്ട് പഠിക്കേണ്ടതാണ് തിരുമിറ്റക്കോട്. എന്താണ് പറയുന്നത്? തിരുമിറ്റക്കോട്. ഇത് നമ്മുടെ ഓപ്ഷനിലുണ്ട്. തിരുമിറ്റക്കോട്. ഓക്കെ ആണല്ലോ. തിരുമിറ്റക്കോട്. ഇനി തിരുമിറ്റക്കോട് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ 5 മൂർത്തി എന്നാ പറയുന്നത്. തിരുമിറ്റക്കോട് 5 മൂർത്തി എന്നാ പറയുന്നത്. തിരുമിറ്റക്കോട് 5 മൂർത്തി. ഓക്കെ ആണല്ലോ. ഇവിടെ വരുന്ന ആളെ ചോദിച്ചു കഴിഞ്ഞാൽ ഉപയന്ത പെരുമാൾ എന്നാണ് പറയുന്നത്. ശ്രീ ഉപയന്ത പെരുമാളാണ്. മഹാവിഷ്ണു തന്നെയാണ്. എന്ത് രൂപമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് രൂപമായിട്ടാണ് കാണപ്പെടുന്നത്? ഉപയന്ത പെരുമാളായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇത് വായിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് കേട്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. കേട്ടെങ്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പൊ വരുന്നത് ആരാണ്? ഉപയന്ത പെരുമാൾ. ആരാണ് വരുന്നത്? ഉപയന്ത പെരുമാൾ എന്നാ വരുന്നത്. അടുത്ത് വരുന്നത് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഓക്കെ ആണോ. തൃക്കാക്കര
വാമനമൂർത്തി ക്ഷേത്രം, തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ പറയുന്നത് തൃക്കാക്കര അപ്പൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് വിളിക്കും? തൃക്കാക്കര അപ്പൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ എത്ര എണ്ണമായി? 3 എണ്ണമായി. ഓക്കെ ആണല്ലോ. തിരുനാവായ ആയി, തിരുമിറ്റക്കോടായി, തൃക്കാക്കര വാമനമൂർത്തിയായി. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ എന്ത് വിളിക്കും? തൃക്കാക്കര അപ്പൻ എന്ന് വിളിക്കും. ഇതെല്ലാം കേരളത്തിലുള്ള ക്ഷേത്രങ്ങളാണ് കേട്ടോ. അടുത്ത് വരുന്നത് 4ാമത്തത് വരുന്നത് തിരുമൂഴിക്കുളം. എന്താ വിളിക്കുന്നത്? തിരുമൂഴിക്കുളം. ഓക്കെ ആണല്ലോ. തിരുമൂഴിക്കുളം. തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ. എന്താ വിളിക്കുന്നത് നമ്മളിതിനെ? തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ. അടുത്ത എന്താണ്? ദിവ്യദേശങ്ങളിൽ വരുന്ന ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ. തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ. ഇവിടെ മഹാവിഷ്ണു കാണപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? ലക്ഷ്മണ പെരുമാൾ എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. ലക്ഷ്മണ പെരുമാൾ എന്ന രൂപത്തിലാണ് എവിടെ കാണപ്പെടുന്നത്? തിരുമൂഴിക്കുളത്ത് കാണപ്പെടുന്നത്. അപ്പൊ 4 എണ്ണമായി. ഒന്നാമത്തെ തിരുനാവായ നാവാമുകുന്ദൻ, രണ്ടാമത്തെ തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി, മൂന്നാമതായിട്ട് തൃക്കാക്കര വാമനമൂർത്തി, 4ാമതായിട്ട് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ. തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ. 4 ക്ഷേത്രങ്ങളായ. ഇനി നമുക്കൊരു 7 എണ്ണം കൂടെ അങ്ങ് പഠിച്ചാൽ മതിയല്ലോ. 4 എണ്ണമായി. ഇനി 5ാമത്തെ നോക്കിക്കോളാം. 5ാമത്തതാണ് തിരുവല്ല. തിരുവല്ലമല്ല, തിരുവല്ല. 2 സ്ഥലം കൂടെ മാറിപ്പോവരുത്. തിരുവല്ലം ആരാണ്? പരശുരാമ ക്ഷേത്രമാണ്. തിരുവല്ലം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ഇത് തിരുവല്ല. തിരുവല്ല ഏതാണ്? നമ്മളെ കൊടല്ല പത്തനംതിട്ട ജില്ലയിലാണ് തിരുവല്ല. തിരുവല്ലയാണ് പഠിക്കേണ്ടത്. തിരുവല്ല. തിരുവല്ല എന്താ പറയുന്നത്? ശ്രീ വല്ലഭ മഹാക്ഷേത്രം. തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം. ഓക്കെ ആണല്ലോ. വല്ലഭ മഹാക്ഷേത്രം. ഓക്കെ. തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ കാണപ്പെടുന്നത് ശ്രീ വല്ലഭനായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ. ഇവിടുത്തെ മൂർത്തി ഏതാണ്? ശ്രീ വല്ലഭനാണ്. എത്രാമത്തെ? 5ാമത്തെ ക്ഷേത്രമായി. തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം. ഓക്കെ ആണല്ലോ. അടുത്ത 6ാമതായിട്ട് വരുന്നത് തൃക്കൊടിത്താനം. ഓക്കെ ആണല്ലോ. 6ാമത്തെ വരുന്നതാണ് തൃക്കൊടിത്താനം. തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ കാണപ്പെടുന്നത് അത്ഭുത നാരായണനായിട്ടാണ്. എന്തായിട്ട് കാണപ്പെടുന്നു? അത്ഭുത നാരായണനായിട്ട് കാണപ്പെടുന്നു. അത്ഭുത നാരായണൻ. ഓക്കെ ആണല്ലോ. അപ്പൊ തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ കാണപ്പെടുന്നത് എന്താണ്? അത്ഭുത നാരായണനായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത് വരുന്നത് 7ാമത്തെ ക്ഷേത്രം തിരുച്ചെങ്ങന്നൂർ. എവിടെയാണ്? തിരുച്ചെങ്ങന്നൂർ. തിരുച്ചെങ്ങന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം. തിരുച്ചെങ്ങന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഓക്കെ ആണല്ലോ. ഇവിടെ വരുന്നത് ശ്രീ ഇമവരയപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ മഹാവിഷ്ണു അറിയപ്പെടുന്ന പേര് എന്താണ്? ശ്രീ ഇമയ വരയപ്പൻ. ഓക്കെ ആണല്ലോ. ശ്രീ ഇമയ വരയപ്പൻ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. തിരുച്ചെങ്ങന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തില് മഹാവിഷ്ണു അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. 5ാമായിട്ട് പറഞ്ഞതാണ് എന്താണ്? തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം. അവിടെ മഹാവല്ലഭനായിട്ടാണ് കാണപ്പെടുന്നത്. മഹാവല്ലഭന ശ്രീവല്ലഭനായിട്ട്. ഓക്കെ ആണല്ലോ. ശ്രീവല്ലഭനായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത് തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ കാണപ്പെടുന്നത് മഹാവിഷ്ണു ഏത് രൂപമാണ്? അത്ഭുത നാരായണൻ എന്ന രൂപത്തിലാണ്. അടുത്ത് തിരുച്ചെങ്ങന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ കാണപ്പെടുന്നത് എന്താണ്? ശ്രീ ഇമയ വരയപ്പൻ എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. ശ്രീ ഇമയ വരയപ്പൻ എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് വരുന്നത് 8ാമതായിട്ട് പറയുന്നത് ഏതാണ്? തൃപ്പലിയൂർ. എന്താണ് 8ാമത്തെ പറയുന്നത്? തൃപ്പലിയൂർ. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ അവിടെ നമുക്ക് 8ാമതായിട്ട് നോക്കാനുള്ളത് ആരാണ്? 8ാമതായിട്ട് നോക്കാനുള്ളതാണ് തൃപ്പുലിയൂർ. എന്താണ്? തൃപ്പുലിയൂർ. ഓക്കെ ആണല്ലോ. തൃപ്പുലിയൂർ. തൃപ്പുലിയൂർ എന്താണ്? മഹാവിഷ്ണു ക്ഷേത്രം. തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഓക്കെ ആണോ? തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ കാണപ്പെടുന്നത് ശ്രീ മായപ്പിരാൻ. ഓക്കെ. മഹാവിഷ്ണു രൂപം ഏതാണ്? ശ്രീ മായപ്പിരാൻ. ഓക്കെ ആണല്ലോ. ശ്രീ മായപ്പിരാൻ എന്ന രൂപത്തിലാണ് ഏത് കാണപ്പെടുന്നത്? തൃപ്പലിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് 9ാമതായിട്ട് വരുന്നത് തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി. ഓക്കെ ആണല്ലോ. തിരുവാറന്മുള. ഓക്കെ ആണല്ലോ. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി. ഓക്കെ ആണല്ലോ. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി. ഓക്കെ ആണല്ലോ. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ആയിട്ടാണ് എവിടെ കാണപ്പെടുന്നത്? നമ്മുടെ അടുത്ത് കാണപ്പെടുന്നത്. അവിടെ ആരാണ്? അവിടെ പാർത്ഥസാരഥി ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അവിടെ ആരായിട്ടാണ് കാണപ്പെടുന്നത്? പാർത്ഥസാരഥി ആയിട്ടാണ് കാണപ്പെടുന്നത്. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി അവിടെ ആരായിട്ട് കാണപ്പെടുന്നുണ്ട്? പാർത്ഥസാരഥി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത് 10ാമതായിട്ട് വരുന്നത് എന്താണ്? തിരുവൻവണ്ടൂർ. എന്താണ്? തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഓക്കെ ആണല്ലോ. തിരുവൻവണ്ടൂർ. തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ കാണപ്പെടുന്നത് എന്താണ്? ശ്രീ പാമ്പണയപ്പൻ. ശ്രീ പാമ്പണയപ്പൻ എന്ന പേരിലാണ് കാണപ്പെടുന്നത്. ശ്രീ പാമ്പണയപ്പൻ. ഓക്കെ ആണല്ലോ. ശ്രീ പാമ്പണയപ്പൻ എന്ന പേരിലാണ് എവിടെ കാണപ്പെടുന്നത്? തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. അവസാനം 11ാമതായിട്ട് നമ്മുടെ സ്വന്തം അനന്തപത്മനാഭ ക്ഷേത്രം. ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഓക്കെ ആണല്ലോ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഓക്കെ ആണല്ലോ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഓക്കെ ആണല്ലോ.
ഇവിടെ ആരായിട്ടാണ് കാണപ്പെടുന്നത്? അനന്ത പത്മനാഭനായിട്ടാണ് കാണപ്പെടുന്നത്. അനന്ത പത്മനാഭനായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. അങ്ങനെ മൊത്തം എത്ര എണ്ണം? 11 എണ്ണം. മൊത്തം എത്ര എണ്ണമാണ്? 11 എണ്ണം കാര്യം കൂടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ ആണല്ലോ? ഹാൻഡ് റൈറ്റിംഗ് വളരെ ഇതാണ്. അവിടെ എന്ത് ചെയ്യുക? ജസ്റ്റ് പറയണ കേട്ടൊന്ന് എന്ത് ചെയ്യുക? കറക്റ്റായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് ഏതാണ്? ഒന്നാമത്തെ നോക്കുക. പൊത്തത് ഞാൻ പറഞ്ഞ ഓർത്തേക്കാണ് 108 തിരുപ്പതി. ആൾവാർമാർ പണിത 108 മഹാക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്. ഇനി നമ്മൾ എന്ത് വിളിക്കണം? 108 ദിവ്യദേശങ്ങൾ എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? 108 തിരുപ്പതികൾ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? ഇതിൽ മലനാട് തിരുപ്പതിയിൽ വേണ്ടത് എത്ര എണ്ണം? 13 എണ്ണം. അതിൽ 11 എണ്ണം കേരളത്തിലും 2 എണ്ണം എവിടെയാണ്? തമിഴ്നാട്ടിലുമാണ്. തമിഴ്നാട്ടിൽ 2 എണ്ണം ചോദിച്ചാൽ ഏതൊക്കെയാണ് വരുന്നത്? ഓർത്തിരിക്കുക, തിരുവട്ടാറും തിരുപ്പതി സാരവും. തിരുവട്ടാറും തിരുപ്പതി സാരമാണ് 2 എണ്ണം വരുന്നത്. തമിഴ്നാട്ടിൽ നാഗർകോവിലോട്ട് പോകണ വഴി, കന്യാകുമാരിയോട്ട് പോകണ വഴി 2 ക്ഷേത്രങ്ങളുള്ളത്. ബാക്കി 11 എവിടെ വരുന്നുണ്ട്? കേരളത്തിൽ വരുന്നുണ്ട്. അതിൽ 11 കേരളത്തിൽ വേണം നോക്കണം. ഒന്ന് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം വരുന്നുണ്ട്. നാവാമുകുന്ദനായിട്ടാണ് മഹാവിഷ്ണുവിന്റെ രൂപം ഉള്ളത്. അടുത്ത് തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി വരുന്നുണ്ട്. ഇവിടെ വരുന്ന രൂപം ചോദിച്ചാൽ ഉഭയന്ത പെരുമാൾ. മഹാവിഷ്ണു രൂപം ചോദിച്ചതാണ് ഉഭയന്ത പെരുമാൾ. അടുത്ത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. തൃക്കാക്കര അപ്പനായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണപ്പെടുന്നത് എങ്ങനെയാണ്? തൃക്കാക്കര അപ്പനായിട്ടാണ് അറിയപ്പെടുന്നത്. അടുത്ത് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ലക്ഷ്മണ പെരുമാളായിട്ട് കാണപ്പെടുന്നു. ലക്ഷ്മണ പെരുമാളായിട്ട് എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്നു. അടുത്ത തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം. തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം ശ്രീവല്ലഭനായിട്ട് കാണപ്പെടുന്നു. തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം ശ്രീവല്ലഭനായിട്ട് കാണപ്പെടുന്നു. അടുത്ത തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം അത്ഭുത നാരായണനായിട്ട് കാണപ്പെടുന്നു. അത്ഭുത നാരായണനായിട്ട് കാണപ്പെടുന്നു. അടുത്ത തിരുച്ചെങ്ങന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം. തിരുച്ചെങ്ങന്നൂർ മഹാവിഷ്ണു ക്ഷേത്രം ശ്രീ ഇമയവരയപ്പൻ. ശ്രീ ഇമയവരയപ്പൻ. ശ്രീ ഇമയവരയപ്പൻ എന്ന രൂപത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത്. തിരുച്ചെങ്ങന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം. തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം എന്തായിട്ട് കാണപ്പെടുന്നു? ശ്രീ മായപ്പിരാൻ എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. ശ്രീ മായപ്പിരാൻ എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. അടുത്ത തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പാർത്ഥസാരഥിയായിട്ട് കാണപ്പെടുന്നു. എവിടെയായിട്ട് കാണപ്പെടുന്നു? പാർത്ഥസാരഥിയായിട്ട് കാണപ്പെടുന്നു. തിരുവാറന്മുള. ഓക്കെ, തിരുവാറന്മുള. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം എന്തായിട്ട് കാണുന്നു? പാർത്ഥസാരഥിയായിട്ട് കാണുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അടുത്തായിട്ട് വേണം എന്താണ്? തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം എന്താണ്? ശ്രീ പാമ്പണയപ്പൻ എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. ശ്രീ പാമ്പണയപ്പൻ എന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. അടുത്ത് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഏത് രൂപത്തിൽ കാണപ്പെടുന്നു? അനന്ത പത്മനാഭൻ എന്ന രൂപത്തിൽ കാണപ്പെടുന്നു. ഏത് രൂപത്തിൽ കാണപ്പെടുന്നു? അനന്ത പത്മനാഭൻ എന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു? കാണുന്നു. ഓക്കെ ആണല്ലോ? ഇതാണ് 11 കേരളത്തിലുള്ള 11 എന്താണ്? ദിവ്യദേശങ്ങൾ അല്ലെങ്കിൽ 11 തിരുപ്പതികൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? 11 തിരുപ്പതികൾ എന്നറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് എന്ത് ചെയ്യുക? ഒന്ന് എഴുതി റെഡിയാക്കുക, എഴുതി വെച്ചേക്കുക. നമുക്ക് ആവശ്യമുണ്ട്, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. ഓപ്ഷനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നല്ല വൃത്തിയെ കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് നാവാമുകുന്ദ ക്ഷേത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്. മലപ്പുറത്ത് മഹാവിഷ്ണു അല്ലെ? മലപ്പുറത്ത് എന്താണ്? മലപ്പുറം ജില്ലയിലാണ്, തിരുനാവായയിലാണ് മഹാവിഷ്ണുവാണ് ഇവിടെ പ്രതിഷ്ഠ. അവിടെ നാവാമുകുന്ദനാണ് കാണപ്പെടുന്നത്. ഭാരത 108 ദിവ്യദേശങ്ങളിൽ അല്ലെങ്കിൽ തിരുപ്പതികളിൽ കേരളത്തിലെ 11 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറഞ്ഞാൽ ഈ നാവാമുകുന്ദ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇന്ത്യ ഒട്ടാകെ മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള 108 ക്ഷേത്രങ്ങളാണ് ദിവ്യദേശങ്ങൾ എന്നറിയപ്പെടുന്നത്. ആൾവാർമാരുടെ സംഭാവനയാണ് പ്രസ്തുത ക്ഷേത്രങ്ങൾ എന്ന് കരുതപ്പെടുന്നു. ആൾവാർമാരുടെ സംഭാവനയായിട്ടാണ് ഈ പ്രസ്തുത ക്ഷേത്രങ്ങൾ എന്ത് ചെയ്യുന്നത്? കരുതപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഐതിഹ്യപ്രകാരം നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ 9 സന്യാസി വരന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അടുത്തൊരു ഐതിഹ്യ പറയുന്നത് എന്താണ്? നവയോഗികൾ എന്നറിയപ്പെടുന്ന സഹോദരന്മാരായ 9 സന്യാസി വരന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർത്തിരിക്കണം. ഇതാണ് നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഓക്കെ ആണല്ലോ? മാമാങ്കവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. ഇനി മാമാങ്കം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള കേസ് തന്നെയാണ്. ജസ്റ്റ് 3-4 പോയിന്റ് പറയുന്നേ ഉള്ളൂ. 12 വർഷത്തിലേക്ക് നടന്നിരുന്ന ബൃഹത്തായ നദീതീര ഉത്സവമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മാമാങ്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ബൃഹത്തായ നദീതീര ഉത്സവമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മാമാങ്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാഘമാസത്തിലെ മകം നാളിലെ ഉത്സവം. എന്താണ്? മാഘമാസത്തിലെ മകം നാളിലെ ഉത്സവമാണ് ഏത് പേരിൽ വന്നത്? മാമാങ്കം എന്ന പേര് ലഭിച്ചത്. മാഘമാസത്തിലെ മകം നാളിലെ ഉത്സവം, അതാണ് ഏത് പേരിൽ വന്നത്? മാമാങ്കം എന്ന പേരിൽ വന്നത്. ഇവിടെ നോക്കാം. ഇവിടെ ഈ മാമാങ്കം പ്രസിദ്ധമായത് എന്താണ്? വള്ളുവക്കോനാതിരിയും സാമൂതിരിയും തമ്മിൽ നടന്ന വഴക്കും യുദ്ധങ്ങളാണ് ഏതിന് പ്രസിദ്ധമായത്? മാമാങ്കം ഇത് കൂടെ പ്രസിദ്ധമാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ 12 വർഷത്തേക്ക് അടുത്ത രാജ്യം ഭരിക്കാനുള്ളത് ആരായിരിക്കും? ആ യുദ്ധത്തിൽ ജയിക്കുന്നവരായിരിക്കും. കാരണം സാമൂതിരി എന്ത് ചെയ്തു? ഇതങ്ങ് എന്ത് ചെയ്തു? അടിച്ചു മാറ്റിയെടുത്തു. ഏതാണ്? ഈ മാമാങ്കം നടത്താനുള്ള ചുമതല മൊത്തം അടിച്ചു മാറ്റിയെടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? വള്ളുവക്കോനാതിരിക്ക് കിട്ടേണ്ടിയിരുന്നതാണ്. വള്ളുവക്കോനാതിരി എന്ത് ചെയ്തു? അവസാനം അങ്ങനെ കൊന്നിട്ട് ആ സ്ഥാനം തിരിച്ചെടുക്കാൻ വേണ്ടി എന്ത് വിട്ടു? ചാവേറുകളെ വിട്ടു. ആ ചാവേറുകളിലൊക്കെ എന്താണ്? അവരുടെ തമ്മിൽ യുദ്ധവും ഈ ചാവേറുകളെ കൊണ്ട് എന്ത് ചെയ്തു? കൊണ്ടിട്ടുള്ള കിണറും എല്ലാം ഇപ്പോഴും എന്തുണ്ട്? അവിടെ കിടപ്പുണ്ട്.
അപ്പൊ ഈ ചാവേറുകൾ അയച്ചിരുന്നത് ആരും ചോദിച്ചാൽ ആരാണ്? അത് വള്ളുവ കോനാതിരിയാണ്, അല്ലെങ്കിൽ വള്ളുവനാടുള്ളവരാണ് ചാവേറുകൾ അയച്ചിരുന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തത്, മാമാങ്കത്തിനെ കുറിച്ച് പറഞ്ഞ കേസ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, വേറെ ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് അധികം ഇമ്പോർട്ടൻസ് ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒറ്റ കാര്യം, ചാവേറുകൾ അയക്കുന്ന ആരാണ്? വള്ളുവനാട് അല്ലെങ്കിൽ വള്ളുവ കോനാതിരി എന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഈ മാമാങ്കം പ്രസിദ്ധമായത് ആരൊക്കെ തമ്മിലുള്ള പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള്ളുവ കോനാതിരിയും സാമൂതിരിയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് മാമാങ്കത്തിൽ കൂടെ എന്തായത് പ്രസിദ്ധമാക്കിയത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത് വരുന്നതാണ് തിരുനെല്ലി ക്ഷേത്രം. അടുത്തതാണ് വരുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ് വരുന്നത്. ഈ കാരണം ഈ മാമാങ്കത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇനിയുള്ള അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് വീണ്ടും കയറി വരുന്നുണ്ട്. അതുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാമാങ്കം പറഞ്ഞു എന്ത് ചെയ്ത് അങ്ങ് പോയത്. കാരണം അവരെ കൊണ്ട് ഇട്ട എന്താണ് ഒരു കുളമൊക്കെ ഉണ്ട്, ആ കുളമൊക്കെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് നോക്കേണ്ടത് തിരുനെല്ലി ക്ഷേത്രമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഏകദേശം 1 മണിക്കൂറോളം പറയാണ്ട് വരും. നമ്മൾ അത്രയും പോകുന്നില്ല, ജസ്റ്റ് ഞാൻ ഒരു കുറച്ച് കാര്യം കൂടെ പറഞ്ഞോളൂ. അടുത്ത് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് തീർക്കാണ്ട്, അതുകൊണ്ട് മാത്രം. അടുത്ത് നോക്കുക, തിരുനെല്ലി ക്ഷേത്രം. അടുത്തതാണ് വരുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ് വരുന്നത്. തിരുനെല്ലി ക്ഷേത്രം ഏത് ജില്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടുത്തെ പ്രതിഷ്ഠ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അവിടുത്തെ പ്രതിഷ്ഠ ആരാണ്? മഹാവിഷ്ണു ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇവിടെ നോക്കിക്കോണം, ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരിടകമല. ഓക്കെ ആണല്ലോ. എന്താണ് കമ്പമല, കരിമല, വരിടകമല എന്നിവയാൽ ചുറ്റപ്പെട്ട ക്ഷേത്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തിരുനെല്ലി ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഏതാണ്? ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല, കരിമല, വരിടകമല എന്നിവയാൽ ചുറ്റപ്പെട്ട ക്ഷേത്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തിരുനെല്ലി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ പണിതിൽ പ്രത്യേകതയുണ്ട്. 30 കരിങ്കൽ തൂണുകളെ താങ്ങി നിർത്തിയിരിക്കുന്ന ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത്. 30 കരിങ്കൽ തൂണുകളിലായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? താങ്ങി നിർത്തിയിരിക്കുന്ന ക്ഷേത്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തിരുനെല്ലി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക. ഇനി തിരുനെല്ലി ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന പുഴയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പാപനാശിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ എന്ന് വെച്ചാൽ വശങ്ങളിൽ കൂടെ ഒഴുകുന്ന പുഴയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പാപനാശിനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിരുനെല്ലി ക്ഷേത്രം എന്തിന് പ്രസിദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പിതൃതർപ്പണത്തിന്. എന്താണ്? പിതൃതർപ്പണങ്ങൾക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത്. പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ച് എന്ത് ചെയ്യുക? പിതൃക്കൾക്ക് തർപ്പണം നടത്തി കഴിഞ്ഞാൽ അവരെവിടെ ചെല്ലും? വിഷ്ണുവിന്റെ പാദങ്ങളിലേക്ക് ചെല്ലും എന്നാണ് വിശ്വാസം. ഓക്കെ ആണല്ലോ. അപ്പൊ പിതൃതർപ്പണത്തിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തിരുനെല്ലി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക. ഇതിന്റെ സൈഡിൽ ഒരു ഗുഹയുണ്ട്, അവിടെ ശിവന്റെ സാന്നിധ്യം ഉണ്ട്, ശിവലിംഗം ഉണ്ടെന്നാണ്. ശിവലിംഗം ഉണ്ട്, അവിടെ ശിവന്റെ സാന്നിധ്യം ഉള്ളതായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പറയപ്പെടുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പൊ തിരുനെല്ലി ക്ഷേത്രം ആരുടെ ക്ഷേത്രം ചോദിച്ചാൽ ആരുടേതാണ്? പ്രധാന മൂർത്തി ആരാണ്? മഹാവിഷ്ണു ആണ്. ഏത് ജില്ലയെന്ന് ചോദിച്ചാൽ ഏത് ജില്ലയാണ്? വയനാട് ജില്ലയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ബ്രഹ്മഗിരി മലനിരകളിലെ ഏതൊക്കെ മലകൾ? കമ്പമല, കരിമല, വരിടകമല. കമ്പമല, കരിമല, വരിടകമല എന്നീ മലകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രമാണ് ഏതെന്ന് പേരിൽ അറിയപ്പെടുന്നത്? തിരുനെല്ലി ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. 30 കരിങ്കൽ തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏത് തന്നെയാണ്? തിരുനെല്ലി ക്ഷേത്രമാണ്. സൈഡിൽ കൂടെ ഒഴുകുന്ന പുഴ ചോദിച്ചാൽ ഏതാണ്? അത് പാപനാശിനി പുഴയാണ്. എന്തിനാണ് പ്രസിദ്ധം ചോദിച്ചാൽ പിതൃതർപ്പണങ്ങൾക്ക് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തിരുനെല്ലി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പാപനാശിനി പുഴയിൽ ഇപ്പോൾ എന്താണ് മുങ്ങിയിട്ട് എന്ത് ചെയ്യുക? പിതൃക്കൾക്ക് തർപ്പണം അർപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആത്മാക്കൾ എവിടെ എത്തും? വിഷ്ണുവിന്റെ പാദങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തുമെന്നാണ് എന്റെ വിശ്വാസം. ആ ഒരു കാര്യം ഉള്ളതും കൂടെ എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അതൊക്കെ ഒരു വിശ്വാസം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഓർത്തിരിക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനാണ് തിരുമിറ്റക്കോട് ക്ഷേത്രം. എന്താണ് തിരുമിറ്റക്കോട് ക്ഷേത്രം? ഇത് ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ. തിരുമിറ്റക്കോട് ക്ഷേത്രം ഏതാണ്? നമ്മുടെ 108 ഏതാണ്? തിരുപ്പതികളിൽ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? തിരുമിറ്റക്കോട് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഓർത്ത് വെച്ചോണം, കാരണം ഇനിയുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. ജില്ല ചോദിച്ചാൽ പാലക്കാട്, ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജില്ല പാലക്കാട്, ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ പരമശിവനുണ്ട്, മഹാവിഷ്ണുവുണ്ട്. പരമശിവനുണ്ട്, മഹാവിഷ്ണുണ്ട്. അപ്പൊ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തിരുമിറ്റക്കോട് എന്താണ്? അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത്. 5 മൂർത്തിയാണ് ഇവിടെ. 2 മൂർത്തിയായിട്ടുള്ള 5 മൂർത്തി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മഹാവിഷ്ണു എന്തായിട്ട് കാണപ്പെടും ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ ഉവയന്ത പെരുമാളായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്? ഈ തിരുമിറ്റക്കോട് ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ മഹാവിഷ്ണു ഏത് രൂപമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശ്രീ ഉവയന്ത പെരുമാൾ എന്ന രൂപത്തിലാണ് ഏത് കാണപ്പെടുന്നത്? മഹാവിഷ്ണു ഇവിടെ കാണപ്പെടുന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇങ്ങനെ പറയുന്നത്, ഒരു ശിവനും 4 വിഷ്ണുവും, ഒരു ശിവനും 4 വിഷ്ണുവും ഇവിടെ എന്ത് ചെയ്യുന്നു? കുടികൊള്ളുന്നതിനാലാണ് എന്ത് ചെയ്യുന്നത്? തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. എന്താ പറയുന്നത്? ഒരു ശിവനും 4 വിഷ്ണുവും ഇവിടെ എന്ത് ചെയ്യുന്നു? കുടികൊള്ളുന്നതിനാലാണ് എന്ത് ചെയ്യുന്നത്? തിരുമിറ്റക്കോട് എന്ത് ചെയ്യുക? അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പരശുരാമൻ പണി കഴിപ്പിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടും ഏതിനെ പറയുന്നുണ്ട്? തിരുമിറ്റക്കോടിനെ പറയുന്നുണ്ട്. ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 തിരുപ്പതികളിൽ ഒന്നുകൂടിയാണ് ഏത് ഈ ക്ഷേത്രം? അപ്പൊ 2 രീതി പറയുന്നുണ്ട്. പരശുരാമൻ പണിത 108 ക്ഷേത്രങ്ങൾ നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല, കാരണം 108 ശിവക്ഷേത്രങ്ങൾ കേരളത്തിൽ മാത്രമുള്ള കാര്യമാണ്.
ഓക്കെ ആണല്ലോ. 108 ശിവക്ഷേത്രങ്ങൾ എവിടെ മാത്രമാണ് കേരളത്തിൽ മാത്രം. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾ പഠിക്കുമ്പോൾ അത് പരശുരാമൻ പണിത ക്ഷേത്രമാണോ അല്ലയോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു മാറ്റുക. അല്ല 108 ക്ഷേത്രങ്ങൾ ലിസ്റ്റ് എടുത്ത് പഠിക്കാൻ നിൽക്കരുത്, നമുക്ക് എന്ത് ചെയ്യില്ല, കൈ നിൽക്കില്ല. പക്ഷേ ഇവിടെ 108 ഞാൻ ഇവിടെ ഈ എന്താണ് തിരുപ്പതികൾ പറയാൻ കാര്യം, 108 കേരളത്തിൽ എത്ര എണ്ണേ ഉള്ളൂ, 11 ഉള്ളൂ. അതുകൊണ്ടാണെങ്കിൽ അത് പഠിക്കാൻ പറഞ്ഞത്. ഈ 108 ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറഞ്ഞു തരും. അതെന്ത് ചെയ്യുക, അത് പഠിച്ചങ്ങ് മാറ്റുക. എന്ന് വെച്ചാൽ അത് പരശുരാമൻ പണിത ക്ഷേത്രം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, കൺസെപ്റ്റിൽ അങ്ങ് പഠിച്ചു മാറ്റുക. ആ ഒരു രീതിയിൽ അങ്ങ് പോയാൽ മതി. ഓക്കെ ആണല്ലോ. ഈ പറയുന്ന പോയിന്റ് മനസ്സിലാക്കണം. 108 ശിവക്ഷേത്രങ്ങൾ പരശുരാമൻ പണിതത് മൊത്തം കേരളത്തിലാണ്. ആ 108 അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കുത്തിയൊന്ന് പഠിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ 108 എണ്ണത്തിൽ എത്ര എണ്ണം മാത്രമേ ഉള്ളൂ കേരളത്തിൽ, 11 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ, പരശുരാമൻ പണി കഴിപ്പിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് ഇത് പറയുന്നുണ്ട്. ആഴ്വാന്മാർ പാടിപ്പോഴുന്നത്, ആഴ്വാന്മാർ പണിത് കഴിഞ്ഞാൽ 108 എന്താണ് കേരളത്തിലുള്ള 11 ഒരെണ്ണമായിട്ടും ഏതിനെ പറയുന്നുണ്ട്, ഈ തിരുമിറ്റക്കോഴി ക്ഷേത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ 5 മൂർത്തി ക്ഷേത്രം എന്നാണ് പറയുന്നത്. 5 മൂർത്തിനെ വിളിക്കുക, കാരണം ഒരു ശിവനും 4 വിഷ്ണു എന്നാണ് പറയുന്നത്. മഹാവിഷ്ണു എന്തായിട്ടാണ് കാണപ്പെടുന്നത്, എന്താണ് ശ്രീ ഉമയന്ത പെരുമാൾ, ശ്രീ ഉമയന്ത പെരുമാൾ എന്ന രൂപത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത്. ഉപയന്ത പെരുമാളായിട്ടാണ് എവിടെ കാണപ്പെടുന്നത്, നമ്മുടെ തിരുമിറ്റക്കോഴി ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി പരശുരാമൻ പണി കഴിപ്പിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ആഴ്വാന്മാർ പാടിപ്പോയിട്ട് 108 തിരുപ്പതികളിൽ ഒന്നായിട്ട് ഏതിനെ പറയുന്നുണ്ട്, തിരുമിറ്റക്കോഴി ക്ഷേത്രത്തിന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തും കൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി 6ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഖരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏത്? ഖരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏത് എന്നാ ചോദ്യം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമുണ്ട്, പൂർണ്ണത്രയീശി ക്ഷേത്രമുണ്ട്, വടക്കുംനാഥ ക്ഷേത്രമുണ്ട്, തിരുവാർപ്പുണ്ട്. ഇതിൽ വടക്കുംനാഥ ക്ഷേത്രം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓപ്ഷൻ വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ് മീൻസ് 108/2024 എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. തിരുവാർപ്പ് ഞാൻ 108/2024 സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ന് വന്ന ഓപ്ഷനാണ് ഏതെന്ന് പറയുന്നത്, തിരുവാർപ്പ് എന്നുള്ളത്. അവിടെ ആൻസർ ആയിട്ട് വന്നതാണ് തിരുവാർപ്പ്. അവിടെ ആലോചിക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയ. കാരണം നമ്മൾ ആ 108/2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയവർക്ക് ഈ 2 ഓപ്ഷൻ നമുക്ക് ആദ്യമേ അങ്ങ് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഏതാണ്, വടക്കുംനാഥ ക്ഷേത്രവും തിരുവാർപ്പ് ക്ഷേത്രവും. കാരണം അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, എന്താ പറഞ്ഞിരിക്കുന്നത്, ഖരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്, അത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. ഏതാണ്, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്. ഖരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം. ഓക്കെ ആണല്ലോ. ഈ ഖരൻ എന്ന് പറയുന്ന ആരായിരുന്നു, ഒരു അസുരനായിരുന്നു. ഖരൻ എന്ന് പറയുന്ന ആരായിരുന്നു, ഒരു അസുരനായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു, ചിദംബരത്ത് പോയിട്ട് എന്ത് ചെയ്തു, തപസ് ചെയ്ത് മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു, 3 വിഗ്രഹങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, 3 വിഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, തപസ്സല്ല, എന്ത് ചെയ്യാം, 3 വിഗ്രഹങ്ങൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, മഹാദേവൻ എന്ത് ചെയ്തു, 3 ശിവലിംഗങ്ങൾ നൽകി. അതെന്ത് ചെയ്യാം, 3 കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് 3 വലിയ ലിംഗങ്ങളാണ്. നമ്മൾ ഏറ്റുമാനൂർ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ 3 ലിംഗങ്ങൾ ഒരുമിച്ച് എടുത്തുകൊണ്ട് വരാൻ വയ്യാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരെണ്ണത്തിനെ കടിച്ചു പിടിച്ചു, ഒരെണ്ണം വലത് കയ്യിൽ പിടിച്ചു, ഒരെണ്ണം എന്ത് ചെയ്തു, ഇടത് കയ്യിൽ പിടിച്ചു. അടുത്ത് 2 കൈ കാണാൻ പറ്റില്ല. ഓക്കെ, ഒരെണ്ണം വലത് കയ്യിലും ഒരെണ്ണം ഇടത് കയ്യിലും പിടിച്ചു. നടന്നല്ല വരുന്നത്, ആകാശത്തൂടെ പറന്നാണ് വന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെ ആകാശത്തൂടെ പറന്ന് വന്ന സമയത്ത് ഇടയ്ക്ക് എത്തിയപ്പോൾ ആളിന് എന്താ പറ്റി, ആളിന് ക്ഷീണം തോന്നി. ഇത്ര നേരം പറന്ന് വന്നില്ല. അങ്ങനെ ക്ഷീണം തോന്നിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം നമ്മുടെ ഏറ്റുമാനൂർ വന്ന് എന്ത് ചെയ്തു, ഒന്ന് ജസ്റ്റ് ഒന്ന് ലാൻഡ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്തു, ശിവലിംഗം എന്ത് ചെയ്തു, ഒന്ന് അങ്ങ് അവിടെ വെച്ചുപോയി. വച്ചിട്ട് അവിടെ നിന്ന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചെടുക്കാൻ പറ്റിയില്ല. ഓക്കെ ആണല്ലോ. അങ്ങനെ ഇടത് കയ്യിലിരുന്ന ശിവലിംഗം ഏതാണ്, ഇടത് കയ്യിലിരുന്ന ശിവലിംഗമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ഏറ്റുമാനൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാരണം ആ ശിവലിംഗം അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു വന്നു. വലത് കയ്യിലിരുന്ന ശിവലിംഗം ഏത് പേരിൽ അറിയപ്പെടുന്നു, വൈക്കം എന്ന പേരിൽ അറിയപ്പെടുന്നു. കടിച്ചു കൊണ്ടുവന്ന ശിവലിംഗം കൊണ്ടുവച്ച സ്ഥലത്ത് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു, കടുത്തുരുത്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ 3 ശിവക്ഷേത്രങ്ങളുണ്ട്. ഉച്ചയ്ക്ക് മുമ്പ് ഈ 3 ശിവക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തിയെന്ന് കഴിഞ്ഞാൽ വലിയ പുണ്യം എന്നാണ് എന്ത് ചെയ്യുന്നത്, വിശ്വാസം. എന്ന് വെച്ചാൽ ഏറ്റവും നല്ല പുണ്യം എന്നാണ് എന്ത് ചെയ്യുന്ന വിശ്വാസം. ഏതൊക്കെയാണ്, ഏറ്റുമാനൂര്, വൈക്കം, കടുത്തുരുത്തി, 3 ശിവക്ഷേത്രങ്ങൾ. ഓക്കെ ആണല്ലോ. 3 ശിവക്ഷേത്രങ്ങളിൽ ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തി വരുന്നത് എന്താണ്, ഏറ്റവും നല്ല കാര്യം എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, ഓക്കെ ആണല്ലോ, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ് ഖരൻ എന്ത് ചെയ്തത്, കൊണ്ട് പ്രതിഷ്ഠിച്ച, ഖരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ശിവലിംഗങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഏതാണ്, ഏറ്റുമാനൂര് മഹാദേവ ക്ഷേത്രമാണ്. അല്ലെ, ഇവിടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, 7.5 പൊന്നാന എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു, 7.5 പൊന്നാന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അതും കൂടെ ഓർത്ത് വെച്ചോ. 7.5 പൊന്നാന ഏത് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത്, 7.5 പൊന്നാന എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വെച്ചാൽ ഒരു 7 ആനകളും ഒരു കുഞ്ഞു ആനയും കൂടെ ചേർന്നിട്ടുള്ള ഒരു രൂപം. ആ രൂപത്തിന്റെ ഒരു പണിത രൂപമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, 7.5 പൊന്നാന എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതും കൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഏറ്റുമാനൂർ ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചെങ്കിൽ എവിടെയാണ്, അത് കോട്ടയം ജില്ലയിലാണുള്ള കാര്യം കൂടെ ഓർത്തു വെച്ച് വേണം. ഇനി നോക്കുക, ഖരൻ എന്ന അസുരൻ തപസ് അനുഷ്ഠിച്ച് നേടിയ 3 ശിവലിംഗങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്, ഏറ്റുമാനൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. അത് ഇങ്ങനെയാണ് പറയുന്നത്, ഇടത് ഏറ്റുമാനൂര്, വലത് വൈക്കം, കടിച്ചു കൊണ്ടുവന്നത് ഏതാണ്, കടുത്തുരുത്തി. അങ്ങനെ 3 ശിവലിംഗങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ഈ 3 ശിവലിംഗങ്ങൾ, ഖരൻ കൊണ്ടുവന്ന 3 ശിവലിംഗങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് ഇടത് ഏറ്റുമാനൂരുള്ളത് എന്താണ്,
വ്യാഘ്രപാദൻ എന്ന ഒരു സന്യാസി അവിടെ കാണുകയും അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തു പോയെന്ന് വെച്ചാൽ ഏറ്റുമാനൂർ കൊണ്ടുവച്ച് പഠിച്ച് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്ത് ചെയ്തു, ആ സന്യാസി എന്ത് ചെയ്തു, ഏൽപ്പിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇങ്ങനെ ഓരോ മൂന്നിടത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇനി വേറൊരു സങ്കല്പം പറഞ്ഞാൽ പരശുരാമൻ പണി കഴിപ്പിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത് ഈ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. പരശുരാമൻ പണി കഴിപ്പിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടും ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തെ എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കുന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഓർത്തു വെച്ചാൽ രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ഓക്കെ, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ എന്താണ്, സൗമ്യഭാവനല്ല, രൗദ്രഭാവത്തിലുള്ള എന്താണ് മഹാദേവൻ അല്ലെങ്കിൽ പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. രൗദ്രഭാവത്തിലാണ് ഇവിടെ പരമശിവൻ കാണപ്പെടുന്നത്. ആ കാര്യം കൂടെ ഓർത്തിരിക്കാം. അതിങ്ങനെ പറയുന്നത് ഓർത്തു വെച്ചോണം. രാവിലെ അഘോരമൂർത്തിയായും, രാവിലെ എന്തായിട്ടാണ് കാണുന്നത്, അഘോരമൂർത്തിയായും, ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും, ഉച്ചയ്ക്ക് എന്താണ് ശരഭമൂർത്തിയായും, വൈകിട്ട് അർത്ഥനാരീശ്വരനായിട്ടാണ് സങ്കല്പിച്ചാണ് ഇവിടെ ആരാധന നടത്താറുള്ളത്. ഓക്കെ, 3 കാര്യങ്ങൾ ഓർത്തു വെച്ചോണം, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാവിലെ അഘോരമൂർത്തിയായും, ഉച്ചയ്ക്ക് ശരഭമൂർത്തിയായും, വൈകിട്ട് അർത്ഥനാരീശ്വരനായിട്ട് സങ്കല്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ എന്ത് ചെയ്യുന്നത്, മഹാദേവന് പൂജകൾ അർപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരാധന നടത്തുന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. 3 കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. അപ്പൊ രൗദ്രഭാവനായിട്ടാണ് മഹാദേവൻ എവിടെ സ്ഥിതി ചെയ്യുന്നത്, ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അവിടെ നേരത്തെ 3 രൂപത്തിലാണ് കാണാൻ കഴിയുന്നത്. രാവിലെ എന്താണ് അഘോരമൂർത്തിയായും, ഉച്ചയ്ക്ക് എന്താണ് ശരഭമൂർത്തിയായും, വൈകിട്ട് അർത്ഥനാരീശ്വരനായിട്ടാണ് എവിടെ കാണപ്പെടുന്നത്, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ കഴിയുന്നത്. ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ബാക്കി ഓപ്ഷനൊന്നും ഞാൻ പോകുന്നില്ല. പൂർണ്ണത്രേശി ക്ഷേത്രം, വടക്കാന ക്ഷേത്രം, തിരുവാർപ്പക്കം ഞാൻ 108/2024 എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. ഇനി ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത്, ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്? ഓർത്തിരിക്കുക. ഭഗവത്ഗീതയുണ്ട്, കൃഷ്ണഗീതിയുണ്ട്, ഭാഗവതമുണ്ട്, വിഷ്ണുപുരാണമുണ്ട്. ജസ്റ്റ് നോർമൽ ഒരു ചോദ്യമാണ്. ഏതാണ് കൃഷ്ണഗീതി? ഏതാണ് ആൻസർ? ഏതാണ് കൃഷ്ണഗീതി എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അപ്പൊ കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത് ഏത് കഥയെ അല്ലെങ്കിൽ ഏതിനെ ആസ്പദമാക്കിയെന്ന് ചോദിച്ചാൽ ഏതിനെ ആസ്പദമാക്കിയാണ്, കൃഷ്ണഗീതിയെ ആസ്പദമാക്കിയാണ്. കൃഷ്ണഗീതി. ഓക്കെ, കൃഷ്ണനാട്ടം, കഥകളി, കൂത്ത്, കൂടിയാട്ടം ഇവയെല്ലാം പഠിച്ചേ പറ്റുള്ളൂ. ഇവയെല്ലാം എന്താണ്, ക്ഷേത്ര കലകളും കൂടിയാണ്. ഓക്കെ, ജനറൽ PSCക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആർട്സ് കൾച്ചർ പഠിക്കുന്നതിന്റെ അതേ നോട്ട് എടുത്ത് വെച്ച് പഠിച്ചാൽ മതിയാകും. പക്ഷെ ഓർത്തിരിക്കുക, ക്ഷേത്രങ്ങളോട് ഒന്ന് ഓർത്ത് വെച്ചോണം. ഇതിനെല്ലാം നമ്മൾ എന്തെന്നാ പറയുന്നത്, ക്ഷേത്ര കലകൾ എന്നാ പറയുന്നത്. ഏതൊക്കെയാണ്? കൃഷ്ണനാട്ടമുണ്ട്, കഥകളിയുണ്ട്, കൂത്തുണ്ട്, കൂടിയാട്ടമുണ്ട്, അർജുന നൃത്തമുണ്ട്. ഇതെല്ലാം നമ്മൾ എന്തും കൂടെ പറയുന്നുണ്ട്, ക്ഷേത്രകലകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യണമെന്ന് പഠിച്ചു മാറ്റിക്കോണം. അപ്പൊ കൃഷ്ണഗീതി ഓർത്തിരിക്കുക. ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത് ചോദിച്ചെങ്കിൽ ഏതിനെയാണ്, കൃഷ്ണഗീതിയാണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് കൃഷ്ണഗീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഗുരുവായൂരപ്പനോടുള്ള അചഞ്ചലമായ ഭക്തിയിൽ കോഴിക്കോട് മാനവേദ സാമൂതിരി, ആരാണ്, മാനവേദ സാമൂതിരി രാജ രചിച്ച ഭക്തി കാവ്യമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, കൃഷ്ണഗീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കറക്റ്റ് ആയിട്ട് ഓർത്തോണേ, ക്ലിയർ ആയിട്ട് ഓർത്തോണം, തെറ്റിക്കരുത്. ഗുരുവായൂരപ്പനോടുള്ള അചഞ്ചലമായ ഭക്തിയിൽ കോഴിക്കോട് മാനവേദ സാമൂതിരി രാജ രചിച്ച ഭക്തി കാവ്യമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, കൃഷ്ണഗീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ നോക്കണം, ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗുരുവായൂരപ്പനുള്ള അചഞ്ചലമായ ഭക്തിയിൽ കോഴിക്കോട് മാനവേദ സാമൂതിരി രചിച്ച എന്താണ്, ഭക്തി കാവ്യമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, കൃഷ്ണഗീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി കൃഷ്ണഗീതി ദിനം ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കൃഷ്ണഗീതി ദിനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, തുലാം 30. കൃഷ്ണഗീതി ദിനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അത് തുലാം 30 ആണെന്നുള്ള കാര്യം കൂടെ മറക്കരുത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഴുതി വെച്ച് പഠിച്ചോ, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ തുലാം 30 ഏത് പേരിൽ അറിയപ്പെടുന്നത്, കൃഷ്ണഗീതി ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൃഷ്ണഗീതി ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്, തുലാം 30 ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തുവരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി കൃഷ്ണഗീതിയാണ് എന്തായിട്ട് മാറിയത്, കൃഷ്ണനാട്ടമായിട്ട് മാറിയത്. കൃഷ്ണഗീതി എന്നുള്ള എന്താണ്, ഒരു ഭക്തി കാവ്യമാണ്. ഇതാണ് എന്തായിട്ട് മാറിയത്, കൃഷ്ണനാട്ടമായിട്ട് മാറിയത്. ഓക്കെ ആണല്ലോ. ശ്രീകൃഷ്ണാവതാരം മുതൽ എന്താ പറയുന്നത്, ശ്രീകൃഷ്ണാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കൃഷ്ണന്റെ അവതാര ലീലകളാണ് 8 കഥകളായി ചിട്ടപ്പെടുത്തി കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ മൊത്തം കൃഷ്ണനാട്ടിൽ എത്ര കഥകളുണ്ട്, 8 കഥകളുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൃഷ്ണനാട്ടിൽ എത്ര കഥകളുണ്ട്, 8 കഥകളുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ 8 കഥകൾ എന്താ പറയുന്നത്, ശ്രീകൃഷ്ണ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കൃഷ്ണന്റെ അവതാര ലീലകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 8 കഥകളായിട്ട് എന്തായിട്ട് 8 കഥകളായി ചിട്ടപ്പെടുത്തി കൃഷ്ണനാട്ടത്തിൽ എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പോഴും എല്ലാ ദിവസവും കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ അത് ഗുരുവായൂരാണ്. കറക്റ്റ് ആയിട്ട് ഓർത്തിട്ടുണ്ട്. അതേതാണ്, എല്ലാ ദിവസവും ആണെങ്കിൽ മിക്കവാറും സാധാരണയായിട്ടുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നു, കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ ഏതാണ്, ഗുരുവായൂരാണ്. ഗുരുവായൂരപ്പന്റെ ഇഷ്ട വഴിപാടും കൂടെയാണ് ഏതെന്ന് പറയുന്നത്, കൃഷ്ണനാട്ടം എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പന്റെ ഇഷ്ട വഴിപാടും കൂടെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, കൃഷ്ണനാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓരോ ദിവസം ഓരോ കഥയാണ് അവിടെ അവതരിപ്പിക്കുന്നത്.
ഓക്കെ ആണല്ലോ. അപ്പൊ ഓർത്തിരിക്കുക, ശ്രീകൃഷ്ണ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കൃഷ്ണന്റെ അവതാര ലീലകളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കൃഷ്ണനാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഓർത്തു വെച്ചോണം. ഓക്കെ ആണല്ലോ. ഈ കൃഷ്ണനാട്ടം കാരണമാണ് ഏതും വന്നിട്ടുള്ളത്, നമ്മുടെ കഥകളിയും രൂപപ്പെട്ടിട്ടുള്ളത്. അറിയാലോ അതിന്റെ കഥ എന്നുള്ള എന്താണ്? നമ്മുടെ മാനവേര സാമൂതിരി അടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ കൊട്ടാരക്കര തമ്പുരാൻ, ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ചടങ്ങ് വന്ന സമയത്ത് പറഞ്ഞു എന്താണ്, ഇവിടെ വന്ന് ഈ നമ്മളെ വീട്ടിൽ വന്ന് എന്ത് ചെയ്യുക, ഈ കൃഷ്ണനാട്ടം ഒന്ന് അവതരിപ്പിക്കുമെന്ന് കേട്ടു. ഓക്കെ ആണല്ലോ. ഇത് മാനവേര സാമൂതിരിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറഞ്ഞ ഡയലോഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ പറഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒറ്റ കാര്യം പറഞ്ഞോളൂ, എന്താണ്? ഈ കൃഷ്ണനാട്ടം കാണാൻ ത്രാണിയുള്ളവർ തെക്കൻ നാട്ടിലില്ല. ആ ഡയലോഗാണ് ഓർത്തിരിക്കേണ്ടത്. എന്താണ്? കൃഷ്ണനാട്ടം കാണുവാൻ ത്രാണിയുള്ളവർ എവിടെയില്ല? തെക്കൻ നാട്ടിൽ ഇല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഇത് ഉപേക്ഷിച്ചു. എന്ന് വെച്ചാൽ എന്താണ്? ആ ക്ഷണം എന്ത് നിരസിച്ചു. ആര്? ഈ മാനവേര സാമൂതിരി എന്ത് ചെയ്തു? ഈ ക്ഷണം അങ്ങ് എന്ത് ചെയ്ത് കളഞ്ഞു? നിരസിച്ചു കളഞ്ഞു. ഈ നിരസിച്ചതിൽ ദേഷ്യം കൊണ്ടിട്ടാണ് എന്ത് ചെയ്തത്? കൊട്ടാരക്കാര തമ്പുരാൻ ഒറ്റയടിക്ക് എന്ത് ചെയ്തു? ശ്രീകൃഷ്ണന്റെ കഥയിലെ എഴുതിയത്, ഇങ്ങനെ രാമന്റെ കഥയുടെ തുടങ്ങി എന്ത് രാമനാട്ടം രചിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പൊ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത്? കൊട്ടാരക്കര തമ്പുരാൻ എന്ന് പറയുന്നത്. ഈ രാമനാട്ടമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? കഥകളിയായിട്ട് മാറിയത്. ഈ രാമനാട്ടം പിന്നീട് എന്തായിട്ട് മാറി? കഥകളിയായിട്ട് മാറി എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചോണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ കൃഷ്ണ ഗുരുവായൂരപ്പന്റെ അചഞ്ചലമായ ഭക്തിയിൽ കോഴിക്കോട് മാനവേര സാമൂതിരി രചിച്ച ഭക്തി കാവ്യമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കൃഷ്ണഗീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് ഒരുപാട് ഐതിഹ്യമുണ്ട്. നമ്മുടെ മാനവേര സാമൂതിരി രാജ എന്ത് ചെയ്തു? വില്ലുമംഗലം സ്വാമിയുടെ തുടങ്ങി എനിക്ക് ഗുരുവായൂരപ്പനെ ഒന്ന് കാണണം, ഒന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ, ഒന്ന് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു? നമ്മുടെ വില്ലുമംഗലം സ്വാമിയുടെ അടുത്ത് എന്ത് ചെയ്തു? അപേക്ഷിച്ചു. അങ്ങനെ വില്ലുമംഗലം സ്വാമി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വന്ന് കാണിച്ചു കൊടുത്തു. ഓക്കെ, ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞു, ഒരു ആലിന്റെ മുട്ടിൽ വരാൻ പറഞ്ഞു. അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു? കൃഷ്ണൻ കാണിച്ചു കൊടുത്തു. ചെന്ന് തൊടാൻ നോക്കിയപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? ഓടി ഒളിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്താണ്? എന്നെ കാണാനേ പറഞ്ഞിട്ടുള്ളൂ, എന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, തൊടാൻ പറഞ്ഞിട്ടില്ല. എന്നെ കാണാനേ പറഞ്ഞിട്ടുള്ളൂ, എന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, തൊടാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ആ ഒരു ഇതിലാണ് എന്ത് ചെയ്തത്? അദ്ദേഹം എന്ത് ചെയ്തത്? ഈ കൃഷ്ണഗീതി എന്ന ഒരു എന്ത് ചെയ്തത്? ഒരു ഭക്തി കാവ്യം എന്ത് ചെയ്തത്? രചിച്ചതെന്ന് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയപ്പെടുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക. ഇനി ഇത് സമർപ്പിച്ചത്, ഇത് കൃഷ്ണനായിട്ട് സമർപ്പിച്ച കൃഷ്ണഗീതി കൃഷ്ണനായിട്ട് സമർപ്പിച്ച ദിവസമാണ് ഏതെന്ന് പറയുന്നത്? ഈ തുലാം 30 എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? കൃഷ്ണഗീതി ദിനം. തുലാം 30 എന്ത് ചെയ്യുന്നത്? കൃഷ്ണഗീതി ദിനമായിട്ട് അറിയുന്നത്. ഈ കൃഷ്ണഗീതിയെ എന്ത് ചെയ്യുന്നു? ഒന്ന് പരിഷ്കരിച്ചിട്ടാണ് എന്ത് രൂപവൽക്കരിച്ചിട്ടുള്ളത്? കൃഷ്ണനാട്ടം രൂപവൽക്കരിച്ചിട്ടുള്ളത്. ഏത് രൂപവൽക്കരിച്ചിട്ടുള്ളത്? കൃഷ്ണനാട്ടം രൂപവൽക്കരിച്ചിട്ടുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഓർക്കേണ്ട പോയിന്റ് അത് ഇങ്ങനെയാണ്. ഈ നമ്മളെ ശ്രീകൃഷ്ണൻ ഓടിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഓടിപ്പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു മയിൽപ്പീലി താഴെ വീഴുകയും ഈ മയിൽപ്പീലി എന്ത് ചെയ്തു? നമ്മുടെ ഈ ഇത് എന്ത് ചെയ്തു? എടുത്ത് സൂക്ഷിച്ചു വയ്ക്കുകയും അത് പിന്നെ കൃഷ്ണനാട്ടം വന്ന സമയത്ത് അല്ലെ കിരീടത്തിൽ എന്ത് ചെയ്യുകയും ചെയ്തു? പതിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനത്തെ കുറച്ച് വിശ്വാസങ്ങൾ ഇതിനകത്തുണ്ട്, ഈ കൃഷ്ണനാട്ടത്തിനകത്തുണ്ട്. ക്ഷേത്രകലകൾ പഠിപ്പിക്കുമ്പോൾ ഇത് കൂടിയിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് ഇത് ഓർക്കുക, ഈ കൃഷ്ണനാട്ടത്തിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഏതും വന്നിട്ടുള്ളത്? കഥകളിയും രൂപം കൊണ്ടിട്ടുള്ളത്. അതെങ്ങനെ പറയുന്നത്? കൃഷ്ണനാട്ടം കാണാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ എന്ത് ചെയ്തു? തെക്കൻ നാട്ടിലുള്ളവർക്ക് എന്താണ് കൃഷ്ണനാട്ടം കാണാൻ, അല്ലെങ്കിൽ കൃഷ്ണനാട്ടം കണ്ടു നിരസിക്കാൻ തെക്കൻ നാട്ടിലുള്ളവർക്ക് ത്രാണി ഇല്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? കളിയാക്കി വിട്ടു. അതില് അരിശം മൂണ്ട ആരാണ്? കൊട്ടാരക്കാര തമ്പൂരനാണ് എന്ത് ചെയ്തത്? രാമനാട്ടം രചിച്ചത്. എന്ത് രചിച്ചത്? രാമനാട്ടം രചിച്ചത്. ഈ രാമനാട്ടമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? കഥകളിയായിട്ട് മാറിയത്. ഇപ്പം രാമന്റെ കഥയല്ല, എല്ലാ കഥകളും എന്ത് ചെയ്യുന്നുണ്ട്? ഷേക്സ്പിയറിന്റെ നോവലിന്റെ കഥ വരെ എന്ത് ചെയ്യുന്നുണ്ട്? കഥകളിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ എന്താണ്? കലാമണ്ഡലം സ്ഥാപിച്ചതിന് ശേഷം വള്ളത്തോളാണ് എന്ത് ചെയ്തത്? ഈ കഥകളിയെ മൊത്തം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന, കേരളത്തിൽ മൊത്തം ഉണ്ടായിരുന്ന കഥകളിയുടെ സങ്കല്പങ്ങളെല്ലാം എന്ത് ചെയ്തത്? കഥകളുടെ സങ്കല്പമല്ല, കഥകളുടെ ആശയങ്ങളെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്തു? എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോഴുള്ള നോർമൽ ഒരു കഥകളി രൂപത്തിലേക്ക് എന്ത് ചെയ്ത് കൊണ്ടുവന്നത് ആരാണ്? കലാമണ്ഡലമാണ്. അത് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോണം. ഓക്കെ ആണല്ലോ. അപ്പൊ കഥകളിക്ക് ഇപ്പോഴത്തെ ഒരു ഭാവം കൊണ്ടെത്തിച്ചത് ആരും ചോദിച്ചാൽ ആരാണ്? അത് വള്ളത്തോള് ഏതിലാണ്? കലാമണ്ഡലം വഴിയാണ് എന്ത് ചെയ്തത്? എത്തിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കാണുന്ന കഥകളി എല്ലാം എന്താണ്? പുതിയ രൂപത്തിലുള്ള കഥകളിയാണ്. ഓക്കെ ആണല്ലോ. ആദ്യകാലത്ത് കഥകളി എന്ന് പറഞ്ഞാൽ ഏതാണ്? രാമനാട്ടത്തിനെ പരിഷ്കരിച്ചാണ് ഏത് രൂപവൽക്കരിച്ചിട്ടുള്ളത്? കഥകളിയെ രൂപവൽക്കരിച്ചുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കുക. 8ാമത്തെ ചോദ്യം. അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ച് പാടുന്ന പാട്ട്. ഓക്കെ ആണല്ലോ. ബാക്കിയൊന്നും ഞാൻ ജസ്റ്റ് പറയുന്നില്ല. ജസ്റ്റ് ഭഗവത്ഗീത, ഭാഗവതം, വിഷ്ണുപുരാണമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത് നോക്കുക. അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ച് പാടുന്ന പാട്ട്. അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ച് പാടുന്ന പാട്ട് എന്ന ചോദ്യം കർണാടക സംഗീതമാണോ, സോപാന സംഗീതമാണോ, ബാവുൽ സംഗീതമാണോ, കഥകളി സംഗീതമാണോ? ഓർത്തിരിക്കുക, അത് സോപാന സംഗീതമാണ്. ഏതാണ്? അത് സോപാന സംഗീതമാണ്. കഥകളി സംഗീതം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോപാന സംഗീതമാണ്. കഥകളി സംഗീതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? സോപാന സംഗീതം തന്നെയാണ്. അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പൊ അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ച് പാടുന്ന പാട്ട്
പാട്ട് ചോദിച്ചാൽ അത് ഏതാണ്? അത് സോപാന സംഗീതമാണ്. ഓക്കെ ആണല്ലോ. ഈ അമ്പലങ്ങളിലുള്ള പ്രധാനപ്പെട്ട നടപ്പടി ഉണ്ടല്ലോ, പടി, ആ പടിയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സോപാന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ആ പടിയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സോപാന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പടിയിൽ നിന്ന് പാടുന്നതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോപാന സംഗീതം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. എന്ത് വിളിക്കും? നമ്മൾ തന്നെ സോപാന സംഗീതം എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഈ സാധാരണയായിട്ട് ഈ നട അടച്ച് തുറക്കലിനാണ് ഏത് നടത്തുന്നത്? ഈ സോപാന സംഗീതം ആലപിക്കാറുള്ളത്. നട അടച്ച് തുറക്കലിനാണ് ഏത് ആലപിക്കാറുള്ളത്? സോപാന സംഗീതം ആലപിക്കാറുള്ളത്. ഈ സോപാന സംഗീതം ഉപയോഗിക്കുന്ന വാദ്യോപകരണം ചോദിച്ചാൽ അത് ഇടയ്ക്കയാണ്. സോപാന സംഗീതം ഉപയോഗിക്കുന്ന വാദ്യോപകരണം ചോദിച്ചാൽ അത് ഏതാണ്? അത് ഇടയ്ക്കാണ്. സാധാരണയായിട്ട് എന്നാ പറയുന്നത്? സാധാരണ നട അടച്ച് തുറക്കലിനാണ് എന്ത് ചെയ്യുന്നത്? സോപാന സംഗീതം അവതരിപ്പിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ നോർമൽ എല്ലാത്തിനൊക്കെ എല്ലാ പരിപാടിയൊക്കെ ചിലപ്പോൾ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു സാധാരണയായിട്ട് നമ്മൾ എന്താണ് സോപാന സംഗീതം എന്ന് പറയുന്നത് എന്താണ്? നട അടച്ച് തുറക്കലാണ് അവതരിപ്പിക്കാറുള്ളത്. ഇനി നോക്കുക, ഇത് ഇടയ്ക്കയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വാദ്യോപകരണം എന്ന് പറയുന്നത്. ഗീതാ ഗോവിന്ദത്തിലെ 24 ഗീതങ്ങൾ സോപാന സംഗീതത്തിൽ എന്ത് ചെയ്യുന്നത്? അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നോർമലായിട്ട് ഗീതാ ഗോവിന്ദത്തിലെ 24 ഗീതങ്ങളാണ് എന്ത് ചെയ്യുന്നത്? സോപാന സംഗീതത്തിൽ എന്ത് ചെയ്യുന്നത്? അവതരിപ്പിച്ച് വരുന്നത്. ചിലയിടത്ത് ശിവന്റെ സ്തുതിയും എന്ത് ചെയ്യുന്നുണ്ട്? സോപാന സംഗീതമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ആലപിക്കാറുണ്ട്. അതും കൂടെ ഓർത്ത് വെച്ചോണം. അഷ്ടപതിയാണ് സാധാരണ സോപാന സംഗീതത്തിൽ പാടുന്നത്. സാധാരണ സോപാന സംഗീതത്തിൽ പാടുന്നത് ഏതാണ്? നോർമലി ഒരു സോപാന സംഗീതത്തിൽ പാടുന്നത് ഏതാണ്? അഷ്ടപതിയാണുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഈ സോപാന സംഗീതത്തിന് കൊട്ടിപ്പാടി സേവ, അതേപോലെ രംഗസോപാനം എന്ന പേരിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഏതെന്ന് പറയുന്നത്? രാമപുരം കുഞ്ഞികൃഷ്ണ മാരാർ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ മാത്രം നിന്നിരുന്ന സോപാന സംഗീതം ബാക്കി ആളുകളിലേക്ക് എത്തിക്കാൻ മുൻകൈ എടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? രാമപുരം കുഞ്ഞികൃഷ്ണ മാരാർ എന്ന് പറയുന്നത്. അതും കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഓർത്തിരിക്കുക, സോപാന സംഗീതം എന്ന് പറയുമ്പോൾ നടയടച്ച് തുറക്കലിനാണ് സാധാരണ സോപാന സംഗീതം ആലപിക്കാറുള്ളത്. നോർമലായിട്ട് ഏതാണ് വരുന്നത്? ഇടയ്ക്കാണ് ഇതിന്റെ വാദ്യോപകരണമായിട്ട് വരുന്നത്. ഗീതാഗോവിന്ദ 24 ഗീതങ്ങളാണ് സോപാന സംഗീതം സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത്? ആലപിക്കുന്നത്. അഷ്ടപതിയാണ് സാധാരണ സോപാന സംഗീതത്തിൽ പാടുന്നത്. ഏറ്റവും കൂടുതൽ സോപാന സംഗീതത്തിൽ പാടുന്നത് ഏതാണ്? അഷ്ടപതിയാണുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. സോപാന സംഗീതം രണ്ടായിട്ട് തിരിക്കുക. ഏതാണ്? കൊട്ടിപ്പാടി സേവയും രംഗസോപാനം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഈ സോപാന സംഗീതം ആളുകളിലേക്ക് എത്തിച്ച ആൾ ചോദിച്ചാൽ ആരാണ്? ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? രാമപുരം കുഞ്ഞികൃഷ്ണ മാരാർ എന്ന് പറയുന്നത്. രാമപുരം കുഞ്ഞികൃഷ്ണ മാരാർ എന്ന് പറയുന്നത്. അതും കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം ഏതാണ്? ചോദ്യം. തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം ഏതാണ്? ചോദ്യം. തിരുവൈരാണിക്കുള്ള ക്ഷേത്രമുണ്ട്, വള്ളിക്കാവുണ്ട്, കൊട്ടിയൂർ ക്ഷേത്രമുണ്ട്, ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രമുണ്ട്. ഓക്കെ ആണോ? തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം ഏതാണ്? ചോദ്യം. ഏതൊക്കെ ചോദിച്ചു? ഓപ്ഷൻ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? തിരുവൈരാണിക്കുള്ള ക്ഷേത്രമുണ്ട്, വള്ളിക്കാവ് ക്ഷേത്രമുണ്ട്, കൊട്ടിയൂർ ക്ഷേത്രമുണ്ട്, ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രമുണ്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. നദിയെ എൻ്റെ അടുത്തുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? നോക്കി വെച്ചോണം. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഇപ്പൊ തന്നെ നോക്കി, ഇത് ഏകദേശം 9 ചോദ്യമായി. ഇങ്ങനെ ഒരു ചോദ്യം കൂടെ 10 ഇതിൽ ഏറ്റവും കൂടുതൽ ഇതുവരെയുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടല്ലേ വന്നത്? ആചാരങ്ങൾ കണക്ട് ചെയ്തിട്ട് ഏത് ക്ഷേത്രങ്ങൾ എന്നല്ലേ ചോദിച്ചത്. അപ്പൊ അതാണ് പഠിക്കുക. ക്ഷേത്രങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് കൊടുക്കേണ്ടത്? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ എത്രയും തുടങ്ങി കൊടുക്കും? ഒരുപാട് ക്ഷേത്രങ്ങൾ പഠിക്കാണ്ടല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ക്ഷേത്രങ്ങൾ എടുക്കുമ്പോൾ ഓരോ ഓപ്ഷനുള്ള ക്ഷേത്രങ്ങളും ഡീറ്റെയിൽസ് എടുത്ത് വെച്ച് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ ഡീറ്റെയിൽസ് എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങൾ എന്ത് ചെയ്യാം? അടുത്ത ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കുറച്ച് എന്ത് ചെയ്യാൻ കൊണ്ടുവരാം. ഓക്കെ ആണല്ലോ. ഇനിയും എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയും കൊണ്ടുവന്ന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതിനെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞതേ. അപ്പോൾ നോക്കുക, തിരുവഞ്ചിറ ജലാശയത്തിന് നടുവിലുള്ള ക്ഷേത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊട്ടിയൂർ ക്ഷേത്രമാണ്. അതിന്റെ ആൻസർ ഏതാണ്? കൊട്ടിയൂർ ക്ഷേത്രമാണുള്ള കാര്യം കൂടെ ഓർത്തിരിക്കണം. അപ്പോൾ തിരുവഞ്ചിറ ജലാശയം നടുവിലുള്ള ക്ഷേത്രം ഏതാണ്? അത് കൊട്ടിയൂർ ക്ഷേത്രമാണുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഇതിൽ തിരുവൈരാണിക്കുള്ള ക്ഷേത്രം ഞാൻ 108/2024 എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നും ഈ ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അന്നും കൊട്ടിയൂരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് അടിച്ച് 2 ചോദ്യം ചോദിച്ചാൽ കൊട്ടിയൂരായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി കൊട്ടിയൂർ ക്ഷേത്രം കുറച്ച് കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് പറയാൻ പോവുകയാണ്. ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരാണ്. ഏത് പുഴയുടെ തീരത്തും ചോദിച്ചു കഴിഞ്ഞാൽ ബാവല്ലിപ്പുഴയുടെ തീരത്താണ്. വവ്വാലിപ്പുഴ അല്ലെങ്കിൽ ബാവല്ലിപ്പുഴ എന്ന് പറഞ്ഞ തീരം, ബാവല്ലിപ്പുഴയുടെ തീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത് ആദ്യമേ ഓർത്തിരിക്കുക. ആ നദിയുടെ അടുത്തുള്ള ജലാശയമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തിരുവഞ്ചിറ ജലാശയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണ്. ബവ്വാലിപ്പുഴയുടെ തീരത്തുള്ള ജലാശയമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തിരുവഞ്ചിറ ജലാശയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ നടുക്കായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. അപ്പൊ കൊട്ടിയൂർ വെച്ചാണ് എന്ത് പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്നത്. ദക്ഷ നടത്തിയ യാഗമാണ് ദക്ഷയാഗം എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? ശിവനെ ക്ഷണിക്കാത്തതുകൊണ്ട് സതീദേവി വന്നിട്ട് എന്ത് ചെയ്ത്? സതീദേവിയുടെ അച്ഛനാണ് ദക്ഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനുമായിട്ട് എന്ത് ചെയ്തു? സംസാരം എന്തായിട്ട് പ്രശ്നമായി വന്നപ്പോൾ എന്ത് ചെയ്തു? അവിടെ വെച്ച് ജീവത്യാഗം ചെയ്തത്. എന്താണ് യാഗത്തിൽ വെച്ചാൽ ജീവത്യാഗം
നടത്തിയത്. അങ്ങനെ ജീവത്യാഗം നടത്തിയപ്പോഴാണ് എന്ത് ചെയ്തത്? ശിവൻ ജഡ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം വന്നിട്ട് എന്ത് ദക്ഷിണ കൊല്ലുകയും തിരിച്ച് എന്ത് ചെയ്തു? പുനർജീവിപ്പിക്കുകയും ചെയ്തിട്ട് അവസാനം മഹാദേവൻ എന്തായിട്ട് പോയി? തപസ് അന്വേഷിക്കാൻ പോയി. എന്ന് വെച്ചാൽ എന്താണ്? ധ്യാനത്തിൽ അങ്ങ് ഇരുന്നു തുടങ്ങി അല്ലേ? ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ എന്താണ് ദക്ഷയാഗത്തിന്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പം പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കൊട്ടിയൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതും കൂടെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഓർത്തിരിക്കാം. ഇവിടെ ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് എന്താണ്? മലവാഴയുടെ ഇലയിലാണ്. കൂടുതലും ഈ ഒരു വനപ്രദേശമാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. ഇവിടെ ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് ഏതാണ്? മലവാഴയുടെ ഇലയിലാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. മലവാഴയുടെ ഇലയിൽ പ്രസാദം നൽകുന്ന ക്ഷേത്രം ചോദിച്ചാൽ അതേതാണ്? അത് കൊട്ടിയൂർ ക്ഷേത്രമാണെന്ന് ഓർത്തിരിക്കുക. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിന് ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലാണ്. ഓക്കെ ആണല്ലോ? അതാണ് അടുത്ത പ്രത്യേക. ക്ഷേത്ര പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിന് എന്താണ്? നീര് എഴുന്നള്ളത്തിന് ജലം കൊണ്ടുപോകുന്നത് ഏതാണ്? കാട്ടുകൂവയുടെ ഇലയിലാണ്. കാട്ടുകൂവയുടെ ഇലയിൽ ജലം എടുത്തിട്ടാണ് എന്തിനു പോകുന്നത്? നീരെഴുന്നള്ളത്തിന് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ഇവിടെ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം പൂവാണ് ഓടപ്പൂക്കൾ എന്ന് പറയും. എന്താ പറയുന്നത്? ഓടപ്പൂക്കൾ എന്ന് പറയുന്നത് ഭൃഗമുനിയുടെ വെളുത്ത താടിയെയാണ് എന്ത് ചെയ്യുന്നത്? ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത്. ഭൃഗമുനിയുടെ വെളുത്ത താടിയാണ് ഏത് ഓർമ്മിപ്പിക്കുന്നത്? ഈ ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്ന. ഓടപ്പൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഒരാൾ വെക്കാൻ നിൽക്കുന്നതാണ് അവിടെ ഓടപ്പൂ. ഇനി നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓടപ്പൂ എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്ത് വിളിക്കും? ഓടപ്പൂ എന്ന് വിളിക്കും. അതൊന്ന് ഓർത്ത് വെച്ചോണം. അപ്പോൾ ഓടപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ ഭൃഗമുനിയുടെ വെളുത്ത താടിയാണ് എന്ത് ഓർമ്മിപ്പിക്കുന്നത്? ഈ ഓടപ്പൂവ് ഓർമ്മിപ്പിക്കുന്നത്. അതും കൂടെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പൊ നോക്കുക, കണ്ണൂര് വവ്വാലിപ്പുഴയുടെ തീരത്താണ്. അതിന്റെ അടുത്തുള്ള ജലാശയമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തിരുവഞ്ചിറ ജലാശയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുരാണങ്ങൾ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? കൊട്ടിയൂർ എന്ന് പറയുന്നത്. ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് എന്താണ്? മലവാഴയുടെ ഇലയിലാണ്. ഇവിടെ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിന് ജലം കൊണ്ടുപോകുന്നത് ഏതാണ്? കാട്ടുകൂവയുടെ ഇലയിലാണെന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കാണപ്പെടുന്ന പ്രത്യേകത ഏതെന്ന് പറയുന്നത് ഓടപ്പൂക്കൾ എന്ന് പറയുന്നത്. ഭൃഗമുനിയുടെ വെളുത്ത താടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടതാണ് വള്ളിക്കാവ്. അടുത്താണ് നമുക്ക് നോക്കേണ്ടതാണ് വള്ളിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രമാണ്. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഇനി അടുത്തുള്ള ചോദ്യ പേപ്പർ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്ഷേത്രമാണ് വള്ളിക്കാവ് എന്ന് പറയുന്നത്. അത് നോക്കുക, ഇതിന്റെ കറക്റ്റ് പേര് പറഞ്ഞാൽ ഇലങ്ങിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രമാണ് എന്ന് അറിയപ്പെടുന്നത്. എന്താ പേരിൽ അറിയപ്പെടുന്നത്? ഇലങ്ങിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട നമ്മുടെ പ്രതിഷ്ഠാനം ചോദിച്ചാലാണ് ഭദ്രകാളി തന്നെയാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകതയുണ്ട്. ഈ ഇലങ്ങിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രം ഉണ്ടെന്ന് രണ്ട് രീതിയിലാണ്, രണ്ട് സ്ഥലത്താണ് അറിയപ്പെടുന്നത്. വടക്കേക്കാവും ഉണ്ട്, തെക്കേക്കാവും ഉണ്ട്. ഓക്കെ ആണല്ലോ? എന്ന് വെച്ചാൽ ഇലങ്ങിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രം രണ്ട് കാവായിട്ടാണ് അറിയപ്പെടുന്നത്. എന്തൊക്കെയുണ്ട്? വടക്കേക്കാവും ഉണ്ട്, തെക്കേക്കാവും ഉണ്ട്. അങ്ങനെ രണ്ട് കാവിലായിട്ടാണ് ഈ ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി വടക്കേക്കാവാണ് ഇവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും പ്രത്യേകത. വടക്കേക്കാവിനാണ്. ശ്രദ്ധിക്കണം, വടക്കേക്കാവിന് എന്തില്ല? സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പറഞ്ഞേട്ടല്ലോ, വടക്കേക്കാവിന് എന്തില്ല? സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഭദ്രകാളി ക്ഷേത്രമാണ്, പക്ഷെ വടക്കേക്കാവിൽ എന്തില്ല? സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രമാണ് വടക്കേക്കാവ് എന്ന് പറയുന്നത്. പുരുഷന്മാർക്ക് പ്രവേശനമുണ്ട്, പക്ഷെ പുരുഷന്മാർ ബിംബം കണ്ട് തൊഴുവാൻ പാടില്ല. ആലോചിച്ചോ, കഷന്റെ പ്രത്യേകത ആലോചിക്കേ. നോക്കണം, സ്ത്രീകൾക്ക് പ്രവേശനമില്ല, പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടെങ്കിലും ബിംബം കണ്ട് തൊഴുവാൻ പറ്റൂല. അങ്ങനത്തെ ക്ഷേത്രമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? വടക്കേക്കാവ് എന്ന് പറയുന്നത്. അപ്പം ഇലങ്ങിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ വടക്കേക്കാവിന് എന്തില്ല? സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാവൂ? ബിംബം തൊട്ട് തൊഴുവാൻ, അല്ലെങ്കിൽ ബിംബം കണ്ട് തൊഴുവാൻ പാടില്ല എന്നുള്ള പ്രത്യേക ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഇലങ്ങിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ വടക്കേക്കാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അവിടുത്തെ പൂജാരിയെ നിയമിക്കുന്നതിന് ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? പൂജാരിയെ നിയമിക്കുമ്പോൾ അവിടെ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. അകത്ത് കണ്ടത് പുറത്ത് പറയരുത് എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത പൂജാരിയെ നിയമിക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ അതേതാണ്? ഇലങ്ങിമേൽ വള്ളിക്കാവിന്റെ ക്ഷേത്രത്തിലെ വടക്കേക്കാവാണ്. ഓക്കെ ആണല്ലോ? ഇലങ്ങിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രത്തിന്റെ വടക്കേക്കാവിലാണ് എന്ത് ചെയ്ത്? അകത്ത് കണ്ടത് പുറത്ത് പറയരുത് എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പൂജാരിയെ നിയമിക്കുന്ന ക്ഷേത്രം. ഓക്കെ ആണല്ലോ? ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ് എന്ന് പറയുന്നത് ഈ ഇലങ്ങിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. പ്രത്യേകത ആലോചിച്ചോണേ. എന്താ പറയുന്നത്? അവിടെ പൂജാരിയെ നിയമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത്? അകത്ത് കണ്ടത് പുറത്ത് പറയരുത്. അകത്ത് കണ്ടത്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഞാൻ തിരുവാർപ്പിന്റെ കേസ് പറഞ്ഞില്ല. തിരുവാർപ്പിനെ പൂജാരി അപ്പോയിന്റ് ചെയ്യുമ്പോൾ പൂജാരിക്ക് എന്ത് ചെയ്യുന്നു? താക്കോൽ കൂട്ടം കൊടുക്കുന്നതിന്റെ കൂടെ എന്തും കൂടെ കൊടുക്കും? ഒരു കൈക്കോടാലിയും കൂടെ കൊടുക്കും. കാരണം താക്കോൽ പൂട്ട് പിണങ്ങിയിട്ട് പൂട്ട് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്തോണം? കോടാലി വെട്ടിപ്പൊളിച്ച് നടയിൽ കയറിയിട്ട് എന്ത് ചെയ്തോണം? ഭഗവാന് ആഹാരം കൊടുത്തോണം. ആ അതിലാണ് രാവിലെ വെളുപ്പിനെ തുറക്കുമ്പോൾ എന്ത് ചെയ്തോണം? നട തുറക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? കോടാലി കൊണ്ട് വെട്ടിപ്പൊളന്നിട്ട് എന്ത് ചെയ്യണം? വെട്ടി തുറന്നിട്ട് എന്ത് ചെയ്യുക? നേരെ അങ്ങ് അകത്ത് കയറുക. അകത്ത് കയറിയിട്ട് ഭഗവാൻ എന്ത് കൊടുക്കുക? ആഹാരം കൊടുക്കുക. അതാണ് ഇവിടുത്തെ പ്രത്യേകത, തിരുവാർപ്പിന്റെ പ്രത്യേകത. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനത്തെ കുറെ പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ ഇത് അതേപോലെ എന്താണ്? അകത്ത് കണ്ടത് പുറത്ത് പറയരുത്. അകത്ത് കണ്ടത് എന്താണോ അതെന്തെങ്കിലും ഒരിക്കലും പുറത്ത് പറയരുത് എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പൂജാരിയെ നിയമിക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ അതേതാണ്? അത് വടക്കേക്കാവാണ്. ഇലങ്ങിമേൽ വള്ളിക്കാവ് ക്ഷേത്രത്തിന്റെ വടക്കേക്കാവിലാണ് എന്ത് ചെയ്തത്? ഈ പ്രത്യേകത ഉള്ളത്. ഓക്കെ ആണല്ലോ? ഇവിടുത്തെ പ്രസാദത്തിന് പ്രത്യേകതയുണ്ട്. എന്താണ്? കളപ്പൊടിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറയുന്നത്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കരിപ്പൊടി, വാകയിലപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്തുള്ള പൊടിയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്?
കളപ്പൊടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ പ്രസാദത്തിന്റെ പേരാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കളപ്പൊടി എന്ന പേരിൽ അറിയപ്പെടും. ഏതൊക്കെ ചേർന്ന കളപ്പൊടി? അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കരിപ്പൊടി, വാകയിലപ്പൊടി, ഇവയെല്ലാം കൂടെ ചേർന്നാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കളപ്പൊടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇവിടുത്തെ നേദ്യം കൂടെ ഓർത്ത് വെച്ചോണം. തേനുണ്ട്, പറപ്പൊടിയുണ്ട്, തിരളിയുണ്ട്. തേൻ, പറപ്പൊടി, തിരളി, ഇതാണ് ഇവിടുത്തെ നേദ്യം എന്നുണ്ട്. അപ്പൊ നമ്മുടെ വടക്കേക്കാവിലെ നേദ്യ വസ്തുക്കൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? തേനുണ്ട്, പറപ്പൊടിയുണ്ട്, തിരളിയുണ്ട്. ഓക്കെ ആണല്ലോ. ഇതാണ് വടക്കേക്കാവിന്റെ പ്രത്യേകത. തെക്കേക്കാവിന് ഈ പ്രത്യേകത ഒന്നുമില്ല. നോർമൽ ക്ഷേത്രമാണ്, ആർക്കും തൊഴാം, ആർക്ക് എന്ത് ചെയ്യാം, നോർമൽ ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ അതേ ഇതിൽ പോണതാണ് ഏതെന്ന് പറയുന്നത് തെക്കേക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പക്ഷേ വടക്കേക്കാവ് ക്ഷേത്രം അങ്ങനെയല്ല. അവിടെയാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. സ്ത്രീകൾക്ക് പ്രവേശനമില്ല, പുരുഷന്മാർക്ക് പ്രവേശനമുണ്ടെങ്കിൽ എന്ത് കാണാമില്ല, ബിംബം കണ്ട് തൊഴുവാൻ പാടില്ലാത്ത ക്ഷേത്രമാണ് വടക്കേക്കാവ് എന്ന് പറയുന്നത്. അകത്ത് കണ്ടത് പുറത്ത് പറയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പൂജാരി നിയമിക്കുന്ന ക്ഷേത്രം ചോദിച്ചാൽ അതേതാണ്, അത് വടക്കേക്കാവാണ്. അവിടുത്തെ പ്രസാദത്തിന്റെ പ്രത്യേകതയുണ്ട്. പ്രസാദത്തിന്റെ പേരാണ് കളപ്പൊടി എന്ന് പറയും. ഏതൊക്കെ ചേർത്താണ്? അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കരിപ്പൊടി, വാകയിലപ്പൊടി, ഇവയെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കളപ്പൊടി എന്ന് പറയുന്നത്. അതേപോലെ അവിടെ നേദ്യം ചോദിച്ചാൽ തേനുണ്ട്, പറപ്പൊടിയുണ്ട്, തിരളിയുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ഏതെന്ന് പറയുന്നത് ഈ വടക്കേക്കാവിലെ നേദ്യം എന്ന് പറയുന്നത്. ഓക്കെ. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ മാത്രമേ തുറക്കുള്ളൂ. അങ്ങനത്തെ കുറച്ച് പ്രത്യേകമുള്ള ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത്. അത് ഒരു നടയിൽ കൂടെ മാത്രമേ തുറക്കുള്ളൂ, ആ നടയിൽ കൂടെ മാത്രമേ ഇറക്കുകയുള്ളൂ. അങ്ങനത്തെ കുറച്ച് പ്രത്യേകമുള്ള ക്ഷേത്രമാണ് ഏതെന്ന് പറയുന്നത് വടക്കേക്കാവ് എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അടുത്ത വരേണ്ടതാണ് ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. ഓക്കെ ആണല്ലോ. എറണാകുളമാണ്, മഹാദേവനാണ് അവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടുത്തെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം ഇത് ആരാണ് പണിതെന്ന് അറിയാമോ? പണിത് ചോദിച്ചെങ്കിൽ നമ്മുടെ പെരുന്തച്ഛനാണ് പണിതത്. ആരാണ് പണിതത്? പെരുന്തച്ഛനാണ്. ഏത് പണിതത്? ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം പണിതിട്ടുള്ളത്. ഇവിടുത്തെ പാർവതിയുടെ വിഗ്രഹം പെരുന്തച്ഛന്റെ ഏറ്റവും നല്ല കലാസൃഷ്ടിയിൽ ഒന്നാണെന്ന് കരുതപ്പെടുന്നു. അപ്പൊ ഇവിടുത്തെ പാർവതിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പെരുന്തച്ഛന്റെ ഏറ്റവും നല്ല കലാസൃഷ്ടികളിൽ ഒന്നാണെന്നാണ് കരുതപ്പെടുന്നത്. എവിടെയാണ്? നമ്മുടെ ഉളിയന്നൂർ വേറെ, ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ പാർവതിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് എന്താണ്? പെരുന്തച്ഛന്റെ ഏറ്റവും നല്ല കലാസൃഷ്ടികളിൽ ഒന്നാണെന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക. ഇനി ഇവിടുത്തെ മുഖമണ്ഡപം പണിതപ്പോഴാണ് എന്ത് ചെയ്തത്? പെരുന്തച്ഛന്റെ കയ്യിൽ നിന്ന് ഉളി വീണിട്ട് അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്തത്? മരിച്ചത്. ഇനി ഇട്ട് കൊന്നതാണെന്നും പറയുന്നുണ്ട്, കയ്യബദ്ധം പറ്റിയാണെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് വേണ്ട, ഹിസ്റ്ററി നമുക്ക് വേണ്ട. നമ്മൾ ആലോചിക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. പെരുന്തച്ഛന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് എന്ത് ചെയ്ത് ഉളി വീണ് മകൻ മരിച്ചത് എവിടുത്തെ മുഖമണ്ഡപം പണിതപ്പോഴാണ്? ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ മുഖമണ്ഡപം പണിതപ്പോഴാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അത് സംഭവം എന്താണ്, ഒരു അസൂയ മൂത്ത് കൊന്നതാണെന്നും പറയുന്നുണ്ട്. അല്ലാതെ എന്ത് ചെയ്യുന്നു, കയ്യബദ്ധം പറ്റിയായിട്ടും പറയുന്നുണ്ട്. ഇനി സിനിമയിലൊക്കെ ആണെങ്കിൽ വേറെ കഥയും പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നോർമലി പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ ഒരു കുളം കെട്ടിയ സമയത്ത് എന്ത് ചെയ്തു, ഓരോരുത്തരും ഓരോ രീതിയിൽ കുളം കെട്ടാൻ പറഞ്ഞ അവസരം അദ്ദേഹത്തിന്റെ സ്വന്തം രീതിയിൽ കെട്ടിയിട്ട് അവിടെ ഒരു പാലം പണിത് കൊടുക്കുകയും ഇതിന്റെ പാലത്തിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ബ്രാഹ്മണന്മാർ പാലത്തിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒരു വിഗ്രഹമല്ല, ഒരു രൂപം പുറത്തു വന്നിട്ട് എന്ത് ചെയ്യും, ആ ബ്രാഹ്മണന്മാരുടെ മുഖത്തേക്ക് എന്ത് ചെയ്യുന്നു, തുപ്പുന്ന രീതിയിൽ, വെള്ളം തുപ്പുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ട് ഒരു രൂപമൊക്കെ പണിത് വെച്ച് അങ്ങനെ എന്ത് ചെയ്തു, കളിയാക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കളിയാക്കിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്തു, ഈ വേറൊരു രൂപം ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്തു, ഇവിടെ വച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ആ രൂപം, ആ തടിയിലുള്ള രൂപം വരുന്ന സമയത്ത് എന്ത് ചെയ്തു, തുപ്പാൻ പെരുന്തച്ഛൻ ഉണ്ടാക്കിയ രൂപം എന്ത് ചെയ്യും, മുഖത്ത് തുപ്പുന്നല്ലോ ഇറങ്ങിയത്. അപ്പം ഈ തുപ്പാൻ പോകുന്ന സമയത്ത് ഈ മകൻ ഉണ്ടാക്കിയ രൂപം എന്ത് ചെയ്യും, ആ തുപ്പാൻ പോകുന്ന രൂപത്തിന്റെ മുഖത്തടിക്കും. എന്നിട്ട് ആ വെള്ളം നേരെ ഇവിടെ കുളത്തിലേക്ക് തന്നെ വീഴും. ആ ഒരു കൺസെപ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും ആശയപരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ആലോചിക്കുക, നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് ഈ മുഖമണ്ഡപം പണിതപ്പോഴാണ് എന്ത് ചെയ്തത്, പെരുന്തച്ഛന്റെ കയ്യിൽ നിന്ന് ഉളി വീണിട്ട് എന്ത് ചെയ്തത്, പെരുന്തച്ഛന്റെ മകൻ ഇവിടെ വെച്ച് എന്ത് ചെയ്തത്, മരണപ്പെട്ടെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് ചോദ്യം, വേറെ ഒന്നും ഡീറ്റെയിൽ ആണെങ്കിൽ ഞാൻ പറയില്ല. അഞ്ചാമത്തെ ഒറ്റ ചോദ്യം, അഞ്ചാമത്തെ വേദമായിട്ട് അറിയപ്പെടുന്ന ഗ്രന്ഥം ചോദിച്ചാൽ, അഞ്ചാം വേദമായിട്ട് അറിയപ്പെടുന്ന ഗ്രന്ഥം ചോദിച്ചാൽ ഏതാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം. ഇത് മൂന്നും വേദങ്ങൾ തന്നെയാണ്. ഇതിന്റെ കൂടെ എന്തും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, അഥർവ വേദം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി, 4 വേദങ്ങളായി. പിന്നെ അഞ്ചാമത്തെ വേദം ഏത് മാത്രമേ ഉള്ളൂ? മഹാഭാരതം മാത്രമേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ചോദ്യം ഇത്തവണത്തെ പരീക്ഷയിൽ ഉണ്ടെന്ന ഏറ്റവും സിമ്പിൾ ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. അഞ്ചാമത്തെ വേദമായിട്ട് കണക്കാക്കുന്നത് ഏതിനെയാണ്? മഹാഭാരതത്തിനെയാണ്. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. അഞ്ചാം വേദമായിട്ട് കണക്കാക്കുന്നത് ഏതിനെയാണ്? മഹാഭാരതത്തിനാണുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുള്ളൂ, പറയാൻ നിർത്തുന്നേ ഉള്ളൂ. കാരണം മഹാഭാരതം ആൾറെഡി നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ 2 ക്ലാസ് ആയിട്ട് എടുത്തത്. ഇത്രയും ഡീറ്റെയിൽ എടുത്തുള്ള കാരണം ഞാൻ പറഞ്ഞു, ഇല്ല ഓരോ ഓപ്ഷൻസ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഈ 110/2024 മാത്രം നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ചോദ്യമുള്ള ക്ഷേത്രങ്ങളാണ്. അത് ആചാരങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ക്ഷേത്രാചാരങ്ങൾ പഠിക്കുന്നെങ്കിലും അത് ഏത് ക്ഷേത്രം എന്നാക്കി നമുക്ക് എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ച് മാറ്റേണ്ടത്. ഓപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതേപോലത്തെ എക്സാം ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് നേടാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ ഓർത്തിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.